നമസ്കാരം. യുറീക്കയുടെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ കവിതാ ശില്പശാലയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു വാക്ക് കൊണ്ടു ഞാൻ ഒരു കുടി നാടും എന്നെ നാക്കി ഒരു പുതിയ ലോകം ഞാൻ പണിതുയർത്തും എന്നെഴുതിയ ഇന്നലെ അന്തരിച്ച കവി നീലമ്പേരൂർ മധുസൂദൻ നായർക്ക് ആദരാഞ്ജലി. ഇത് ആണ് വിഷയം. കുഞ്ഞ ഉള്ളുതാണ്. അതിനകത്ത് എനിക്കാണ് പറയുക എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പറയേണ്ടതുമാണ്. ഉണ്ടോ? കേൾക്കാൻ പ്രശ്നമുണ്ടോ? അതെ അതെ. നോക്കാം. രാമകൃഷ്ണ മാഷ് യുറീക്കയുടെ മുൻ എഡിറ്ററും കൂടിയാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അത് പറയാൻ വിട്ടുപോയി. ഓക്കെ. മാഷ് ഒന്ന് സ്ഥലം മാറി ഇരുന്നോട്ടെ. ഇനി മ്യൂട്ട് ചെയ്തോളൂ എല്ലാരും കേട്ടോ. മാഷ് ഇതേ റെഡിയായി. എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഹലോ മാഷേ പറഞ്ഞോളൂ. ഇല്ല, ഇനി പറയാ നോക്ക്. ഇപ്പൊ ഒരു വാക്കല്ലേ പറഞ്ഞോളൂ. നോക്കാം നമുക്ക്. ഞാന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ എൻ്റെ അടുത്ത് ഒരു 4ാം ക്ലാസ്സിലെ ഒരു കുട്ടി എഴുതിയ സ്വന്തം പൂമ്പാറ്റെ, അഴക് നിറഞ്ഞൊരു പൂമ്പാറ്റെ, എടുത്തോളൂ പൂവിൻ. അത് കഴിഞ്ഞിട്ട് ഒരു വാക്കില്ല. പൂവ് ഇൻ എന്നാണ്, പൂവിൽ എന്നല്ല. പൂവിൻ ഡാഷ് ഇരുന്നോളൂ എന്നാണ്. ഒരു വാക്ക് അതിനകത്ത് വിട്ടിരിക്കുകയാണ്. ഈ വിട്ട വാക്ക് ഒരു 4-5 ആൾക്ക് അവിടെ വേറെ എന്താണ് അവിടെ വാക്ക് എന്നൊന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങളാണെങ്കിൽ എന്താണ് വെക്കുക? ഞാൻ ഒന്നുകൂടിയും വരി പറയാം. എന്നുടെ സ്വന്തം പൂമ്പാറ്റെ, അഴക് നിറഞ്ഞൊരു പൂമ്പാറ്റെ, പൂന്തേൻ ഒക്കെ എടുത്തോളൂ. അതിലൊന്നും ചെയ്യാനില്ലല്ലോ. പൂവിൻ ഡാഷ് ഇരുന്നോളൂ എന്നാണ്. അവിടെ എന്താണ് അവിടെ? പൂവിൽ പൂവിൻ മേലിരുന്നോളൂ. പൂവിൻ ഇതളിലിരുന്നോളൂ. പൂവിൻ ഉള്ളിലിരുന്നോളൂ. ഇത്തരത്തിൽ അപ്പൊ കുറെ നിങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഇങ്ങനെ പൂവിൻ നടുവിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു, പൂവിൻ മുകളിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു, പൂവിൻ ഉള്ളിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ഒരുപാട് വാക്കുകൾ അവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇവിടെ വേറൊരു വാക്ക് നമുക്ക് വെച്ച് നോക്കുക. മുകളിൽ എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ്. പൂവിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോഴും നമ്മളത് സാധാരണ പറയുന്ന ഒരു വാക്കാണ്. വേറൊരു വാക്ക് അവിടെ വെച്ച് നോക്കുക. ഒന്ന് കവിളിൽ, ഇതളിൽ, പൂവിൻ ഇതളിൽ, അതും നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ്. അതിനെ ഒന്ന് മാറ്റി ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള വാക്കുകൾ, ധാരാളം വാക്കുകൾ നമുക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.
ഉദാഹരണത്തിന് പൂവിൻ കവിളിൽ എന്നാക്കി നോക്കൂ. ആ എവിടെ? പൂവിൻ പൂവിൻ മാറിൽ ഇരുന്നോളൂ. പൂവിൻ മടിയിൽ ഇരുന്നോളൂ. പൂവിൻ കവിളിൽ ഇരുന്നോളൂ. പൂവിൻ മൊട്ടിൽ. പൂവിൻ തണലിൽ. അത് വ്യത്യാസപ്പെട്ട ഒരു വാക്കാണ്. പൂവിൻ തണലിൽ ഇരുന്നോളൂ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ അത്തരത്തിലുള്ള വാക്ക് ധാരാളം പറയാൻ വേണ്ടി സാധിക്കും. അപ്പോ ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു സാധാരണ കാണുന്ന പോലെ തന്നെ പറയുന്നു. മുകളിൽ എന്ന് പറയാം, അല്ലെങ്കിൽ അടിയിൽ എന്ന് പറയാം, വക്കിൽ എന്ന് പറയാം, തുമ്പിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ അതൊരു കാഴ്ചയാണ്. കാണുന്നത് ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ ഇതിനെ മാറി കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒന്നാണ് തണൽ എന്നൊരു വാക്ക്. തണൽ ഒരിക്കലും ഇവിടെ പൂവിൻ തണൽ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ തണൽ മാത്രം അല്ല. പൂവിലെ തേൻ കുടിച്ചൊക്കെ ഇരുത്തവുമാണ്, പൂവിന്റെ ഒരു കീഴിൽ ഇരിക്കലുമാണ്. കവിളിൽ, നെഞ്ചിൽ, കരളിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിനകത്ത് ആ വാക്ക് സാധാരണ അർത്ഥത്തോടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുമുണ്ട്, ഒരു വാക്ക് സാധാരണയിൽ കവിഞ്ഞ അർത്ഥത്തോടെ ഉപയോഗിക്കുന്ന വാക്കുമുണ്ട്. അവിടെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ തണലിൽ എന്നുള്ളതോ അല്ലെങ്കിൽ കരളിൽ എന്ന് നമ്മൾ പറയുമ്പോഴോ നെഞ്ചിൽ എന്ന് പറയുമ്പോഴോ മറ്റുള്ള അതിന്റെ വരികൾ കൂടി നമ്മൾ ഇനി പരിശോധിച്ചു നോക്കുക. എന്നുടെ സ്വന്തം പൂമ്പാറ്റെ, അവിടെ ഒരു വ്യത്യാസമില്ല, സാധാരണ മട്ടിലാണ് അവിടെ പറഞ്ഞത്. അഴക് നിറഞ്ഞൊരു പൂമ്പാറ്റ, നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ എന്ന് അഴക് എന്നുള്ള വേറൊരു വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പൂന്തേനൊക്കെ എടുത്തോളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ പൂവിൻ കരളിൽ എന്നോ നെഞ്ചിൽ എന്നോ മടിയിൽ എന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വാക്ക് വരുമ്പോൾ ആ വാക്ക് കൊണ്ട് എന്തുണ്ടാവുന്നു? വ്യത്യാസപ്പെട്ട ഒരു ചിന്ത നമുക്കുണ്ടാവുന്നു. പൂവിന്റെ മുകളിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും നമുക്ക് ചിന്തിക്കാനില്ല. പൂവിന്റെ മുകളിൽ ഇരുന്നോളൂ എന്നാണ്. അടിയിൽ ഇരുന്നോളൂ അല്ലെങ്കിൽ വക്കിൽ ഇരുന്നോളൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. നേരെ മറിച്ച് പൂവിന്റെ നെഞ്ചിൽ ഇരുന്നോളൂ, അല്ലെങ്കിൽ കരളിൽ ഇരുന്നോളൂ, കവിളിൽ ഇരുന്നോളൂ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു മടിയിൽ ഇരുന്നോളൂ. അപ്പൊ പൂവിന്റെ മടി ഏതാണ് എന്നൊരു സംശയം വരും. അത് എനിക്ക് ഞാൻ സങ്കല്പിക്കുന്ന മടി ആയിക്കോളണമെന്നില്ല നിങ്ങൾ സങ്കല്പിക്കുന്ന മടി. പൂവിന്റെ കരൾ എന്ന് പറയുന്നത് ഞാൻ സങ്കല്പിക്കുന്ന പോലെയല്ല വേറൊരാൾ സങ്കല്പിക്കുക. ഇത് വ്യത്യാസമാണ്, വ്യത്യാസമാവണം. അങ്ങനെയാണ് ഓരോരുത്തരും അതിനെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത. അപ്പൊ ഒരു വാക്ക് സാധാരണയിൽ കവിഞ്ഞ അർത്ഥത്തോടെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്താണ് കാവ്യഭാഷ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. കാവ്യഭാഷ, കവിതയുടെ ഭാഷ. കവിതയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ കവിതയുടെ മാത്രമായ ഒരു ഭാഷയൊന്നും അല്ല അത് കഥയിലും മറ്റ് സാഹിത്യ രൂപങ്ങളിലൊക്കെ തന്നെ അത് വരും. അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് വായനയിൽ കൂടെ നമ്മൾ വായിക്കുന്നിടത്തൊക്കെ ഇത്തരത്തിലുള്ള ഭംഗിയുള്ള ഭാഷയുടെ പ്രയോഗം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അങ്ങനെ ഒരു പ്രയോഗം ചെയ്തതിലൂടെ എന്ത് വ്യത്യാസമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ വായനയിൽ ശ്രദ്ധിച്ചു നോക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ്. ഈ കാവ്യഭാഷയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുക എന്നുള്ളത്. അപ്പോഴാണ് അത്തരത്തിൽ നമുക്ക് എഴുത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് നോക്കിയാലാണ് നമുക്ക് വളരെ മുൻകാലങ്ങളിൽ ഇപ്പൊ കടങ്കഥകളിൽ ഇതുണ്ട്, പഴഞ്ചൊല്ലുകളിലുണ്ട്, നാടൻ പാട്ട്, കഥ, കവിത, ഗദ്യം, മറ്റെല്ലാ എഴുത്ത് രൂപങ്ങളിലും നമ്മുടെ സംസാരത്തിൽ പോലും ഈ കാവ്യഭാഷ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. അത് കാവ്യഭാഷയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചിലപ്പോൾ നമുക്ക് യാതൊരു തോന്നലും ഉണ്ടാവില്ല. പലരുടെയും സംസാരത്തിലും നിത്യജീവിതത്തിൽ സാധാരണക്കാരായ ആളുകളുടെ സംസാരത്തിലും ഇത് വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കടങ്കഥ നോക്കൂ. ഇരുട്ട് കോരി മുറത്തിലിട്ടു. ഇതൊരു കടങ്കഥയാണ്. ഇരുട്ട് കോരി മുറത്തിലിട്ടു എന്നുള്ളത്. അപ്പൊ കടങ്കഥ അധികവും നമ്മൾ എന്താ വെച്ചാൽ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയുള്ള വേഗത്തിനിടയ്ക്ക് അത് എന്താണ് അത് പറയുന്നതിന്റെ ഒരു ഭംഗി പോലും നമ്മൾ ചിലപ്പോൾ ആലോചിക്കാറില്ല. എന്താണ് ഇരുട്ട് കോരി മുറത്തിലിട്ടു എന്നുള്ളത് അറിയോ? അതിന്റെ ഉത്തരം ആരെങ്കിലും പരിചയമുള്ള കടങ്കഥയാണോ? കേട്ടിട്ടുണ്ടോ മുമ്പ്? ഇരുട്ട് കോരി മുറത്തിലിട്ടു എന്നുള്ളതിന്റെ ഉത്തരം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓ
രാത്രിയല്ല, ഇരുട്ട് കോരി മുറത്തിലിട്ടു എന്നാണ്. അല്ല, നമുക്ക് ആലോചിക്കാം, ഇത്തരത്തിൽ പല തരത്തിൽ ആലോചിക്കാം. നമുക്ക് ഒരുപാട് അത്തരത്തിൽ സമയം ഇല്ലാത്തത് കൊണ്ടാണ്, മറ്റേ എല്ലാവരുടെ ഉത്തരവും കേൾക്കാൻ ഉള്ള ഒരു സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരം എള്ള് ആണ്. എള്ള് മുറത്തിൽ ഉണക്കാനിട്ടതിനെയാണ് ഇരുട്ട് കോരി മുറത്തിലിട്ടു. നമുക്ക് വേറെ പലതും ഇതിനകത്ത് സങ്കല്പിക്കുകയൊക്കെ ചെയ്യാം, ഇരുട്ട് കോരി മുറത്തിലിട്ടു എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടെ എങ്ങനെ, എന്താണ് കാവ്യഭാഷ അതിനകത്ത് വരുന്നത്? ഇരുട്ട് കോരുക, അതാണ് കോരാൻ പറ്റുന്നത്. വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. മണ്ണ് കോരുക, നെല്ല് കോരുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനകത്തൊന്നും ഒക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു കേൾവിയായിട്ടേ നമുക്ക് തോന്നുന്നത്. ഇരുട്ട് കോരുക, അല്ലെങ്കിൽ വെളിച്ചം കോരുക, നിലാവ് കോരുക എന്നൊക്കെ പറയുമ്പോൾ കോരുക എന്ന പദം ഈ വേറെ ഒരു അതുമായി ബന്ധമില്ലാത്ത ഒരു വാക്കുമായി ചേരുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രത്യേകത വരുന്നു. ഇത് പഴഞ്ചൊല്ലിലും നമ്മൾ ഇത്തരത്തില് ധാരാളം ഇത്തരത്തിൽ കാണും. എന്താണ്, തന്മേൽ കായ്പതേ തൻ കീഴിൽ വീഴൂ, ഒരു ചൊല്ലാണ്. തൻ്റെ നന്മയാണെങ്കിൽ അത് നമ്മളിൽ കായ്ക്കുന്നത് നന്മയാണെങ്കിൽ നന്മ താഴത്തേക്ക് വീഴും, തിന്മയാണെങ്കിൽ തിന്മയാണ് വീഴുക. അത്തരത്തിൽ നാടൻ പാട്ടിൽ, കഥയിൽ, കവിതയിൽ, ഇതിലൊക്കെയും ഇങ്ങനെ എന്താണ് ഇത്തരത്തിലുള്ള ഈ കാവ്യഭാഷയുടെ ഉപയോഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു രചന എന്ന് പറയുന്ന അത് കഥയോ കവിതയോ ആത്മകഥയോ ഡയറിയോ എന്തും ആവട്ടെ, ആ രചന ഇപ്പൊ ആവണമെങ്കിൽ, ഒരു രചന കവിതയാവണമെങ്കിൽ അതിനാവാൻ വേണ്ടിയിട്ട് കുറെ ഘടകങ്ങളുണ്ട്. നമ്മളിങ്ങനെ വെറുതെ വരി മുറിച്ച് എഴുതിയത് കൊണ്ടോ താഴെ എഴുതിയത് കൊണ്ടോ അതിൻ്റെ ഒരു രൂപത്തെ അല്ല നമ്മൾ കവിത എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എഴുത്ത്, അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു കവിത ആവണമെങ്കിൽ, ഒരു രചന ഒരു കവിത ആവണമെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് ധരിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അതിന് അത്യാവശ്യമായിട്ട് എന്താണ് വേണ്ടത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? താളവും ഈണവും വേണം എന്ന് പറയുമ്പോൾ അത് അർത്ഥം വേണം, താളവും വീണവും വേണം എന്ന് പറഞ്ഞാൽ അതില്ലാതെയും കവിതയുണ്ട്. അത്യാവശ്യമാണെങ്കിൽ അതാവാം. നിർബന്ധം നമുക്ക് വേണ്ട. അർത്ഥം വേണം, ഭാവം വേണം, ഭംഗി വേണം, ആശയം വേണം. അത് ചൊല്ലുമ്പോഴല്ലേ, അത് ചൊല്ലുമ്പോൾ ഉള്ളതാണ് അക്ഷരസ്ഫുടത എന്നുള്ളത്. പറ്റുന്ന രീതിയിൽ വേണം. ഏതാ? ശബ്ദഭംഗി, അതൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശബ്ദഭംഗി നിർബന്ധമായ ഒരു കാര്യം അല്ലാതെ ഉണ്ടായാൽ നന്ന്, അങ്ങനെയും ആവാം എന്നേ നമുക്ക് അതിനകത്ത് പറയാം. ഭാവന വേണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാവന എന്നുള്ളത് അതിനകത്ത് വരണം. പിന്നെയോ ഇത്തരത്തിൽ വാക്കുകൾ വേണം. വാക്കുകൾ വേണം. അത് വ്യത്യാസപ്പെട്ട വാക്കുകളാണ് വേണ്ടത്, അല്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മുൻപ് പറയാത്ത ഒരു രീതി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിനകത്ത് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളും കവിത എഴുതിയിട്ട് എന്താണ് കാര്യമില്ല, അത് ശ്രദ്ധിക്കപ്പെടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പൊതുമ എന്നാണ്. ആ പൊതുമ എന്നുള്ള വാക്ക് നമ്മൾ എഴുതുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പുതിയ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം. അപ്പൊ ഈ പുതുമ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അത് തലക്കെട്ടിൽ വരാം. ഒരു കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഗദ്യം എഴുതുമ്പോൾ അതിന്റെ തലക്കെട്ടിൽ തന്നെ പുതുമ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത് എങ്ങനെയാണ്? ഒന്ന് രണ്ട് ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു വി ജയദേവ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒന്ന് രണ്ട് തലക്കെട്ടുകൾ നോക്കും. അപ്പൊ പാപമാപിനി ഒരു തലക്കെട്ടാണ് അദ്ദേഹത്തിന്റെ. ഒരു പാപമാപിനി, താപമാപിനി നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? പാപമാപിനി. പെരുങ്കളിയാട്ടം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കഥയ്ക്ക് എഴുതുന്നു പെരുങ്കള്ളിയാട്ടം, അല്ലെ? ശബ്ദതാരാവലി എന്നുള്ള പുസ്തകം നമുക്ക് നിഘണ്ടു നമുക്ക് പരിചയം ഉണ്ടാവും. നിശബ്ദ താരാവലി.
അതൊക്കെ ഇത്തരത്തിലുള്ള ചില വാക്കിനെ മാറ്റി ഇട്ടുകൊണ്ട് അതിന് വലിയ ഇതുണ്ട്. മഴവിൽ നിന്ന് ഒളിച്ചോടിയ ഒരു നിറം, ഒളിച്ചിരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ സ്ഥലം, ഇതൊക്കെ ഓരോ തലക്കെട്ടാണ്. അപ്പൊ ഈ തലക്കെട്ടിൽ നമുക്ക് വളരെ വ്യത്യാസപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ വിഷയം സ്വീകരിക്കുന്നതിൽ എന്ത് വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് അതിൽ പുതുമ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അത് കവിതയായാലും ശരി, മറ്റ് കഥയായാലും ശരി, ഇത്തരത്തിൽ ഈ വ്യത്യാസം നമുക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കഥ, മെമ്മറി കാർഡ് എല്ലാവർക്കും നമുക്ക് പരിചയമുള്ളതാണല്ലോ. മെമ്മറി കാർഡിന്റെ ഒരു കാര്യമുണ്ട്. ഓർമ്മ നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അയാൾ വാതിൽക്കലെത്തിയത്. ഓർമ്മ നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അയാൾ വാതിൽക്കലെത്തിയത്. എന്ത് നന്നാക്കാനുണ്ടോ എന്നാണ്? അതെ സർ, ഓർമ്മ നന്നാക്കാനുണ്ടോ. ഓർമ്മ, ഇത് ഓർമ്മ നന്നാക്കുക എന്ന് പറയുന്ന ഒരു വ്യത്യാസപ്പെട്ട കാര്യത്തെ അവതരിപ്പിക്കുന്നു. ഇത് നമുക്കൊക്കെ സാധ്യമാണ്, എല്ലാവർക്കും സാധ്യമാണ്. അപ്പൊ നമ്മളെപ്പോഴും കഥയോ അല്ലെങ്കിൽ കവിതയോ എഴുതുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങളിൽ മാത്രമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ മനസ്സിൽ ചുറ്റി നിൽക്കുന്നത്. അത് ഇത്തരം കാര്യം നമ്മളൊരു ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. പിന്നൊന്ന്, അതിനകത്ത് അവതരിപ്പിക്കുന്നതിൽ എന്താണ് വ്യത്യാസം? നമുക്ക് ഇപ്പോഴും പൂമ്പാറ്റയെ കുറിച്ച് കവിത എഴുതേണ്ടി വരും, ആകാശത്തെ കുറിച്ച് എഴുതേണ്ടി വരും, പക്ഷിയെ കുറിച്ച് എഴുതേണ്ടി വരും. പക്ഷെ നമ്മൾ എഴുതുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം വ്യത്യാസപ്പെട്ടതായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കുട്ടികൾ ഉണ്ടാക്കുന്ന യുറീക്കയിൽ വന്ന ഒരു കവിതയുടെ ചില വരികൾ ഞാൻ. അത് കണ്ണ് ഒരു കൃഷിഭൂമി എന്നാണ് ഈ കവിതയുടെ പേര്. കുട്ടികൾ ഉണ്ടാക്കിയ യുറീക്കയിൽ വന്നതാണ്. കണ്ണിനെ പറ്റിയിട്ട് ധാരാളം പേര് എഴുതിയിട്ടുണ്ട് കവിതകൾ, അല്ലെ? കണ്ണിനെ പറ്റി നമുക്ക് എന്തൊക്കെ എഴുതുക നമുക്ക് ആലോചന ഉണ്ട്. പക്ഷെ ഇതിനകത്ത് വന്ന കവിതയില് കണ്ണിനെ പറ്റി പറഞ്ഞ് കണ്ണ് ഒരു കൃഷിഭൂമി എന്നാണ് അതിന്റെ തലക്കെട്ട്. നമുക്ക് ആ കണ്ണിനെ കൃഷിഭൂമി ആയിട്ടാണ് അതിനകത്ത് സങ്കല്പിച്ചത്. സാർ, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പറയാം, നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ പറഞ്ഞോളാം കേട്ടോ. മാഷ് മ്യൂട്ടായി പോയി. രാമകൃഷ്ണൻ മാഷ് മ്യൂട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ. ശരി. മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ണിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇല്ലേ ടീച്ചറെ? കേട്ടുവോ? കൺപീലികൾ ഉയരുന്ന ഞാറാണ് പുരികം വരമ്പ്. ഇവിടെ ഒരു വയലാണ് കണ്ണ് എന്ന് സങ്കല്പിക്കുകയാണ്. അപ്പോൾ വയലാണ്, ഒരു പാടമാണ് കണ്ണ് എന്ന് പറയുമ്പോൾ അതിന്റെ വരമ്പ് പുരികമാണ്, ഞാറ് കൺപീലികളാണ്. ഇത്തരത്തിൽ കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സാധാരണ മട്ടിൽ പറയാവുന്ന ഒരു കാര്യത്തെ വ്യത്യസ്തമായ ഒരു രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. ഇത് അപ്പൊ അത്തരത്തിൽ ഈ വ്യത്യാസം ഇടയ്ക്ക് സൗണ്ട് പോണ്ട് മാഷെ, അടുപ്പിച്ച് പിടിക്കാണ്ടാണോ? സ്പീക്കർ അടുപ്പിച്ച് പിടിക്കാണ്ടാണോ? ഇടയ്ക്ക് പോണ്ട്, ഇടയ്ക്ക് സൗണ്ട് ഇടയ്ക്ക് പോണ്ട് മാഷെ, അടുത്ത് മാറുന്നുണ്ട് തോന്നുന്നു ഇടയ്ക്ക്, അതുകൊണ്ടാ തോന്നുന്നുണ്ട്. അല്ല, ഞാന് മ്യൂട്ടായി പോകുന്നുണ്ട് മാഷെ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് അതിന്റെ നെറ്റ്വർക്കിന് ടീച്ചർ ആരോ മ്യൂട്ട് ചെയ്യുന്നതാണ്. ആരാ മ്യൂട്ട് ചെയ്യണത്? വേറെ ആൾ അഡ്മിൻ അല്ലാണ്ട് മ്യൂട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല ടീച്ചറെ, ഇവിടെ സംസാരിക്കുന്നവരെ വെച്ച് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതാണോ? ഞാൻ ചെയ്യുന്നില്ല. ഞാൻ
മ്യൂട്ട് ആരുടെ ആക്കുന്നില്ല. ഓഡിയോ ആണോ ഓൺ അവരെ മ്യൂട്ട് ചെയ്യാൻ പറ്റും. ടീച്ചർ താഴെ എഴുതി കാണിച്ചായിരുന്നു, വേറെ ആരോ മ്യൂട്ട് ചെയ്തതാണ് സാറിനെ. അതെ അല്ലേ? ആരായാലും അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. കുട്ടികൾ അത് ആരും അറിയാതെ മ്യൂട്ട് ചെയ്യാൻ ചെയ്തതായിരിക്കും. കുട്ടികൾ അറിയാതെ ആയിരിക്കും, അറിഞ്ഞിട്ട് ചെയ്യണതല്ല. ആരും ഒന്നും ചെയ്യണ്ട, കേട്ടാ മതി കേട്ടോ. ശരി മാഷേ. ഹലോ. മാഷ് തുടർന്നോളൂ ആ മാഷേ. ആയിക്കോട്ടെ. അപ്പൊ അത്തരത്തില് ഈ നമ്മൾ കാണാത്ത കാര്യം കാണുകയോ അല്ലെങ്കിൽ അതുവരെ പറയാത്ത ഒരു കാര്യം പറയുകയോ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ മൗലികത എന്ന് പറയുന്നത്. വ്യത്യാസപ്പെട്ട് മുമ്പ് പറയാത്ത ഒരു രീതിയിൽ നമുക്ക് കാര്യത്തെ പറയാൻ കഴിയുക എന്നുള്ളത് ആണ് മൗലികത എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ആണ് എന്നുള്ളതാണ്. വ്യത്യാസപ്പെട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുക? ഒന്ന് രണ്ട് ഉദാഹരണം. ഇപ്പോൾ ആകാശക്കിണ്ണം എന്ന് പറഞ്ഞിട്ട് മോഹനകൃഷ്ണൻ കാലടിയുടെ ഒരു കവിതയുണ്ട്. ആകാശം നമുക്കൊക്കെ പരിചിതമാണ്. ആർക്ക് കഴിക്കാനാണ് ആകാശക്കിണ്ണത്തിൽ ഇത്ര വെൺമേഘച്ചോറ്? ആർക്ക് കുറിക്കാനാണ് ആകാശക്കിണ്ണത്തിൽ ഇത്ര നക്ഷത്ര ചിപ്സ്? ഇത് രണ്ടും, ചോറും ചിപ്സും നമുക്ക് പരിചിതമാണ്. പക്ഷെ അത് ആകാശവുമായിട്ട് ബന്ധപ്പെടുത്തി. ആർക്ക് കഴിക്കാനാണ് ആകാശക്കിണ്ണത്തിൽ ഇത്ര വെൺമേഘച്ചോറ്? ആർക്ക് കുറിക്കാനാണ് ആകാശക്കിണ്ണത്തിൽ ഇത്ര നക്ഷത്ര ചിപ്സ്? കേൾക്കുന്നില്ല, സൗണ്ട് തീരെയില്ല. കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ലേ? ആ, ഇത് ഈ വ്യത്യാസം, നക്ഷത്ര ചിപ്സ്, അവിടെ എന്താണ് ചിപ്സ് എന്നുള്ളത്, നക്ഷത്രം എന്ന വാക്ക്, ഇത് രണ്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നക്ഷത്ര ചിപ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടാക്കി. ഇത് നമുക്കൊക്കെയും സാധ്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെ പുതിയ രീതിയിൽ വാക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? അത് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിന് ഉദാഹരണം വളരെ എളുപ്പമാണ്. നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന പാഠഭാഗത്തിലും ഇതുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. അപ്പൊ ചിരി എന്നുള്ള വാക്ക്, ചിരി, കുട്ടിയുടെ ചിരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. അതിനെ ഒന്ന് മാറ്റി നോക്കുക. പൂവ് എന്ന് കഴിഞ്ഞിട്ട് ഈ ചിരി ഉപയോഗിച്ച് നോക്കൂ. പൂച്ചിരി എന്നാവും. ആ പൂവിന്റെ ചിരി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ചിരി പോലെയല്ല. ചിരിക്കാത്ത ഒരു സാധനമാണ് പൂവ്. അപ്പൊ പൂവിലേക്ക് ഒരു ചിരി കൊടുക്കുമ്പോൾ അതിന്റെ വരി, ഇപ്പൊ പൂവിന്റെ കവിളിൽ പൂമ്പാറ്റ ഇരുന്നു എന്ന് പറയുന്നത് പോലെ വ്യത്യാസമുണ്ട്. അത് നിലാവിലേക്ക് കൊടുത്തു നോക്കൂ, നിലാച്ചിരിയാവും. മഴയുടേക്ക് കൊടുത്തു നോക്കൂ, മഴച്ചിരിയാവും. ഇത് ഇങ്ങനെയാണ് പുതിയ വാക്ക്, രണ്ട് വാക്ക് വ്യത്യസ്തമായ വാക്കിനെ കൂട്ടിച്ചേർക്കുമ്പോൾ പുതിയ അർത്ഥങ്ങളുള്ള വാക്കുണ്ടാവുന്നു എന്നുള്ളത്. അപ്പൊ തണൽ എന്ന് നിങ്ങൾ നേരത്തെ ഒരു പൂവിന്റെ തണൽ എന്ന് പറയണ്ടായി. ആ പൂവിന്റെ തണൽ പോലെ തന്നെയാണ് അമ്മയായിട്ട് ചേർക്കുമ്പോൾ അമ്മത്തണലിനാവും. സ്നേഹവുമായിട്ട് ചേർക്കുമ്പോൾ സ്നേഹത്തണൽ എന്നുള്ള വാക്ക് കിട്ടും. ഇതാണ് 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ എന്ന് 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ അറിയാം. നിങ്ങൾ പഠിച്ച കവിതയിലത്തെ വരിയാണ് ഫലിതത്തിൻ തൈലം. അത് വ്യത്യസ്തമായ രണ്ട് വാക്കിനെ അവിടെ ചേർത്തിട്ടില്ലെങ്കിൽ പോലും കൂടി നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതേമാതിരി 6ാം ക്ലാസ്സിലുണ്ട് പായലിൽ മീൻമെയ്, സച്ചിദാനന്ദന്റെ ഒരു കവിതയിലുണ്ട്. 7ാം ക്ലാസ്സിൽ അയ്യപ്പ പണിക്കരുടെ കവിതയിലുണ്ട് ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ച് കേൾക്കും. നോക്കുന്നു വിയൽ പക്ഷി, ആകാശം പഠിച്ചതാണ്. അപ്പൊ അതിലത്തെ അതാണ് പദം എന്ന് പറയുന്ന കൂട്ടിച്ചേർക്കൽ, പദയോഗം നമ്മളതിനെ പറയുന്നത്. ഇരുൾ തൊപ്പി, ഇരുളും തൊപ്പിയും കൂടി ചേർന്ന് ഇരുൾ തൊപ്പി എന്ന് ഉണ്ടാക്കുമ്പോൾ പുതിയ ഒരു അർത്ഥം അതിനകത്ത് കേൾക്കുന്ന ആളുകളിൽ പല പല അർത്ഥങ്ങൾ ഉണ്ടാവും അതിനെ സംബന്ധിച്ച്. അത് ഏതിടത്താണ് ആ വാക്ക് നിൽക്കുന്നത് എന്നതിനൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത്തരം പുതിയ വാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയാം അനുഭവത്തിൽ നിന്നാണ് നമ്മൾ എഴുതുക എന്ന് നമ്മൾ പറയും. ആ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അനുഭവം നേരിട്ടുള്ള അനുഭവമാവാം, നമ്മുടേതാക്കിയ അനുഭവവും ആവാം. അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ പ്രത്യക്ഷ അനുഭവം എന്ന് പറയും. നമ്മളൊരു പൂരത്തിന് പോകുന്നു, ഉത്സവത്തിന് പോകുന്നു, അവിടെ നടക്കുന്നു, അവിടെ കണ്ട കാഴ്ചകൾ, അവിടുത്തെ മണങ്ങൾ, ഇല്ലേ, ആനപ്പിണ്ടത്തിന്റെ മണം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുടെ മണങ്ങൾ, നമ്മൾ ചില കാര്യം തൊട്ടു നോക്കുന്നു, നേരിട്ട് കാണുന്നു. ഇതൊരു പ്രത്യക്ഷാനുഭവമാണ്. അങ്ങനെ പോവാത്ത ഒരാളോട് പോയാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം
അതും അയാൾക്ക് ഒരു അനുഭവമാണ്. അപ്പൊ കേൾവിയും ഒരു അനുഭവമാണ്, നേരിട്ട് പോകുന്നത് അനുഭവമാണ്, കാണുന്നത് അനുഭവമാണ്, വായിക്കുന്നത് അനുഭവമാണ്. അത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഇപ്പം മരുഭൂമിയിൽ നമ്മൾ പോയിട്ടില്ല, അവിടുത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ഒരു കാര്യം ഉൾപ്പെടുത്തണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അതിനകത്ത് ചേർക്കാറുണ്ട്. എത്രയോ ഇടങ്ങൾ അതേമാതിരി ഉണ്ട്. അപ്പൊ വായിക്കുന്ന കാര്യങ്ങളെയും അനുഭവത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അനുഭവം അതേപടി പറയുന്നതല്ല. അനുഭവവും ഭാവനയും കൂടി ചേരുന്നതാണ് ഒരു നല്ല രചന എന്ന് പറയുന്നത്. അതാണ്, അനുഭവവും ഭാവനയും കൂടി ചേരുമ്പോൾ വ്യത്യസ്തമായ ഒരു കാര്യം ഉണ്ടാവുന്നു. അതാണ് വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വരുന്നത്. അതിനെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഞാൻ ഒരു ഉദാഹരണം, വളരെ ചെറിയ 3 വരിയുള്ള ഒരു കവിതയിൽ ഇത് കൊണ്ടുവന്ന് നോക്കൂ. ആകാശത്ത് സൂര്യനെ കണ്ടിട്ടുണ്ട്, കിളി നമ്മൾ പഴം ഒക്കെ കൊത്തിയിട്ട് ഒരു കഷ്ണം ഇങ്ങനെ കൊത്തിയെടുക്കുന്നത് നമ്മളെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇതിനെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. കണ്ടു ഞാൻ മാനത്ത് കിളി കൊത്തിയ സൂര്യനെ എന്നാണ്. കണ്ടു ഞാൻ മാനത്ത് കിളി കൊത്തിയ സൂര്യനെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തലക്കെട്ട് എന്താണെന്ന് അറിയാം? ഗ്രഹണം എന്നാണ്. സൂര്യഗ്രഹണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂര്യന്റെ ഒരു ചെറിയ ഭാഗം മറച്ചു നിൽക്കുന്ന ഒരു ഗ്രഹണം നോക്കിയിട്ട് അതിനെ പറ്റി പറയുന്നു, കണ്ടു ഞാൻ മാനത്ത് കിളി കൊത്തിയ സൂര്യനെ എന്നാണ്. ഇവിടെ എന്താണ്? ഗ്രഹണം എന്നുള്ളത് ഒരു അനുഭവമാണ്. കിളി കൊത്തുന്ന കാര്യം നേരിട്ട് കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഈ അനുഭവത്തെ ഇത് സൂര്യനെ ഭാഗം കിളി കൊത്തുക എന്നുള്ളത് ഭാവനയാണ്. അത് ചേരുമ്പോൾ നമുക്ക് ഇതുവരെ പറയാത്ത ഒരു കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ഈ തോന്നൽ ഉണ്ടാക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിങ്ങനെ നമ്മൾക്ക് വെറുതെ വിചാരിച്ചത് കൊണ്ടൊന്നും ചിലപ്പോൾ അത് എന്തുണ്ടായിക്കൊള്ളുന്നില്ല, ഇങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് അമ്മു ദീപ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് ഈ പറഞ്ഞ കാര്യം അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഔചിത്യം എന്ന് പറയും. ഔചിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ചില വാക്ക്, ഇപ്പൊ ഇവിടെ കിളി കൊത്തിയ സൂര്യൻ എന്ന് പറഞ്ഞാൽ അതിന് കിളി കൊത്താനുള്ള ഒരു കൊത്തിയ ഭാഗം പോലെ ഒരു കറുപ്പ് ഗ്രഹണത്തിൽ കാണുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു വാക്ക് വേണ്ട പോലെ വേണ്ട ഇടത്ത് ഇരിക്കുന്നതാണ് ഔചിത്യം എന്ന് പറയുന്നത്. അത് നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാവുക അത് ശരിയല്ലെങ്കിൽ. യുറിക്കയിൽ പണ്ട് ഒരു കുട്ടി എഴുതിയിരുന്നു, നമ്മളെ എന്താണ്, പാടത്തുണ്ടൊരു കൊക്കമ്മ തപസ്സു ചെയ്യും കൊക്കമ്മ, പാടത്തുണ്ടൊരു കൊക്കമ്മ പാലും കുപ്പി കൊക്കമ്മ. ഈ കൊക്കമ്മ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു പ്രയോഗമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാക്കമ്മ, കുയിലമ്മ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അത്ര എന്താണ്, അങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള, ഇത് വളരെ മുമ്പ് അതിനകത്ത് വന്നിട്ടില്ല. കുട്ടി അത് സ്വാഭാവികമായിട്ട് എഴുതിപ്പോയി. അപ്പൊ അതുകൊണ്ട് അപകടമൊന്നും നമുക്ക് പറയാനില്ല. അതിന്റെ അവസാനത്തെ വരിയാണ് അതിനെ വ്യത്യസ്തമാക്കിയത്. പാടത്തുണ്ടൊരു കൊക്കമ്മ തപസ്സു ചെയ്യും കൊക്കമ്മ എന്ന് നമ്മൾ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ചില വരികളിലൊക്കെ ഈ തപസ് ചെയ്യൽ കൊച്ചിയുടെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളും എഴുതിയിട്ടുണ്ടാവും. പാടത്തുണ്ടൊരു കൊക്കമ്മ പാലും കുപ്പി കൊക്കമ്മ. ആ വാക്ക് ഉണ്ടാക്കിയ പാലും കുപ്പി കൊക്കമ്മ, പാലിന്റെ കുപ്പി നിറച്ചും രാവിലെയൊക്കെ വീട്ടിലേക്ക് ഈ പാല് കൊണ്ടുവരുന്ന വെക്കുന്നത് പോലെ ആണ് ഈ കൊക്കമ്മ എന്ന് പറയുന്ന. തീരെ അതിന്റെ കഴുത്തായിരിക്കാം, കുപ്പിയുടെ കഴുത്തായിരിക്കാം, അതിന്റെ നിറമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ അതിന് എന്ത് വരുന്നു? ഒരു ഔചിത്യം അതിനകത്തുണ്ട്, ഒരു വ്യത്യാസം അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിഷയം ചിലപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ എഴുതിയ വിഷയം തന്നെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, നമ്മൾ എഴുതേണ്ടി വരിക. പക്ഷെ അത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട രീതിയിൽ അത് പറയുന്നത് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഈ വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളത്. അത് വളരെ ലളിതമായിരിക്കാം, ലളിതമാവണം. ലളിതമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സ്വാഭാവികമാണ്. ലളിതമാകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോഴാണ് വ്യത്യാസം എന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിൽ അത് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത്തരം വരികൾ നമ്മൾ സാധാരണ വായിച്ചു പോകുന്നത് പോലെ അതൊക്കെ വായിച്ചു പോകും. അക്കിത്തത്തിന്റെ ഒരു കവിതയുണ്ട്, ഉത്സവ പിറ്റേ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ആനപ്പുറത്ത് ഞാൻ കയറിയിരുന്നത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുകയാണ്, സംഭാഷണ രൂപത്തിലാണ്. അപ്പൊ തിരിച്ചു പറയുന്നു കണ്ടവരില്ല എന്ന് പറയുന്നു. കൊട ഉയർത്തി ഇത് കണ്ടോ? കണ്ടില്ല. വെഞ്ചാമരം വീശിയത് കണ്ടോ? ഇല്ല. ആലവട്ടം നീട്ടിയത് കണ്ടോ? ഇല്ല. ഏറ്റവും അവസാനം പറയുന്നു, ഞാൻ ഇതിന്ന് മൂക്കും കുത്തി താഴേക്ക് ഉരുണ്ടത് കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടവരുണ്ടേ എന്നാണ്. വളരെ ലളിതമായ ഒരു സംഭാഷണ രീതിയിൽ എഴുതിയ ഒരു കവിതയാണ്. പക്ഷെ അതിനകത്ത് നോക്കൂ,
അതിനകത്ത് വലിയ ഒരു സത്യവുമുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ദർശനം എന്നൊക്കെ അതിനകത്ത് പറയുന്നത്. ഒരു കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. നമ്മൾ ഉയരത്തിലിരിക്കുന്നത് ഒന്നും കാണാതെ മനുഷ്യന്റെ വീഴ്ച മാത്രം കാണുന്ന, അത് മാത്രം നോക്കി നടക്കുന്ന, ഉയർച്ചകളൊന്നും കാണാത്ത അങ്ങനെയുള്ള ഒരു ആളെനെ, അല്ലെങ്കിൽ അത്തരം ഒരു സമൂഹത്തെ, അത്തരം ആളുകളൊക്കെ ആ കവിത എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതിനകത്തൊരു വളരെ ലളിതമായിരിക്കെ തന്നെ അതിനകത്ത് ഗഹനങ്ങളായ അല്ലെങ്കിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ചില ആശയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ താളത്തിന്റെയും പ്രാസത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു, അതൊക്കെ സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ട് താളം വേണമെങ്കിൽ താളം നമുക്ക് എഴുതുന്നതിൽ കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. അല്ല, നിർബന്ധമായി താളം വേണം എന്ന് അങ്ങനെ നമുക്ക് ശഠിക്കാനാവില്ല. നമ്മൾ എഴുതുന്നതിൽ കവിതയാണ് എഴുതുമെങ്കിൽ അതിൽ കവിത ഉണ്ടായിരിക്കണം, അത്രേ നമുക്ക് ശാഠ്യം ആവശ്യമുള്ളൂ. കഥയാണെങ്കിൽ അത് കഥയായിരിക്കണം, അതിനാവശ്യമായ ചേരുവകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനുള്ളൂ, ഏത് രീതിയാണെങ്കിലും എഴുതുന്നത്. ഇതിനകത്ത് പിന്നെന്താണ്, ഇതിനകത്ത് ഒരു സാമൂഹിക തലം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളെ സമൂഹത്തിലെ കുറിച്ച് ഉത്കണ്ഠ ഇല്ലെങ്കിൽ എഴുത്തിൽ അർത്ഥമില്ല എന്ന് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ സമൂഹത്തിലെ ചില കാര്യങ്ങൾ അതിനകത്ത് വരണം. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അത് പരിസ്ഥിതി ആയിരിക്കാം, സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് കർഷകരോട് ചെയ്യുന്ന പ്രശ്നങ്ങളായിരിക്കാം. അത്ര നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അത് കവിതയായിക്കൊള്ളുന്നില്ല. അതൊക്കെ എങ്ങനെയാണ് ഉൾച്ചേർത്തുകൊണ്ട് കൊണ്ടുവരിക, അത് അങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നത് എന്ന് വായിക്കുന്ന ആൾക്ക് തോന്നുക, അതാണ് ഔചിത്യം എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ സാമൂഹിക തലത്തിൽ ഞാനിപ്പോൾ പുതിയ കാലത്തെ PK പാറക്കടവ്, ഇതിനകത്ത് കവിത എഴുതുന്നവർ മാത്രമായിരിക്കണം എന്നില്ല, കഥ എഴുതുന്നവരും ഉണ്ടാവാം. വലുപ്പം ഒന്നും നമ്മളെ സംബന്ധിച്ചൊരു ബാധകമല്ല. പരമാവധി ചെറുത് എഴുതാൻ നോക്കുക. ആദ്യം വളരെ മുറുക്കമുള്ള ചെറിയ രചനകൾ ആദ്യം ചെയ്യുക, പിന്നീട് അതിനെ വലുപ്പത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. PK പാറക്കടവ് എന്നുള്ള നമ്മളെ കഥയാണോ കവിതയാണോ എഴുതുന്നത് എന്ന് കഥാകാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിൽ പോലും അദ്ദേഹം എഴുതുന്നത് പലതും കവിതയാണോ എന്ന് നമുക്ക് കവിത എന്ന് വിളിച്ചാലും കുഴപ്പമില്ലാത്ത രചനയാണ്. അദ്ദേഹത്തിന്റെ ഒരു രചന നോക്കൂ, ഇന്ന് ഞാൻ ദേവാലയത്തിൽ പോകുന്നത് മറ്റൊന്നിനുമല്ല, ദൈവത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാനാണ്. അതിന്റെ പേര് സെൽഫി എന്നാണ്. മരച്ചുവട്ടിൽ എന്ന് പറയുന്ന വേറൊന്നുണ്ട്, അത് കഥയാണ്. കവിതയിൽ നമുക്ക് മരം നടാം, പക്ഷെ അത് പൂക്കില്ല, കായ്ക്കില്ല, പറവകൾക്ക് പോലും ഒരു കനി നൽകില്ല. അതിനേക്കാൾ നല്ലത് ഒരു മരം നട്ട് നനച്ച് വലുതാക്കി അതിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു കവിത എഴുതുകയാണ്. അല്ലേ? ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു സമൂഹത്തിന്റെ അംശം അതിനകത്തുണ്ട്. അത് നിർബന്ധപൂർവം വേണം എന്ന് വിചാരിച്ച് വരുന്നതൊന്നല്ലാതെ സ്വാഭാവികമായി വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ ഇതിനകത്ത് വരും. ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മളൊരു നല്ല രചനയാവുന്നത്. ഇതിന്റെ എല്ലാ ഘടകങ്ങളും എല്ലാ എഴുതുന്നതിലും വരണം എന്നൊന്നും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. കുഞ്ഞുണ്ണി മാസ്റ്റർ കോഴിയെ കുറിച്ച് ഒരു കവിത അദ്ദേഹം എഴുതുണ്ടായി. അതുകൊണ്ട് ഈ കോഴി എങ്ങനെയൊക്കെയാണ്, കൊക്ക് കൊണ്ടോ കോഴി, ഈ പൂവൻകോഴി കൊക്ക് കൊണ്ടിട്ടാണോ അതിനെ പൂവൻകോഴി എന്ന് പറയാ? കൂവൽ കൊണ്ടോ കോഴി, കൂവല് കൊണ്ടാണോ ഈ പൂവൻകോഴിയാണ് നമ്മൾ പറയാ? പൂവ് കൊണ്ടോ കോഴി, വാല് കൊണ്ടോ കോഴി, പൂവൻകോഴിയുടെ വാല്. മാഷ് പറയുന്നു കൊക്ക് കൊണ്ടും കോഴി ആണ്, കൊക്കും വേണം. കൂവൽ കൊണ്ടും കോഴി, അതിന്റെ കൂവലും വേണം, അപ്പോഴേ അത് കോഴിയാവുള്ളൂ. പൂവ് കൊണ്ടും കോഴി, അതിന് പൂവൻകോഴി പറഞ്ഞാൽ പൂവും വേണം. വാല് കൊണ്ടും കോഴി, അതിന് വലിയ അങ്കവാലും വേണം. ഇതൊക്കെ കൊണ്ട് ഇതേപോലെ പലതും ഇങ്ങനെ ചേർന്ന് ആണ് ഇങ്ങനെ ഒരു നല്ല രചനയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ പറയുന്ന എൻ്റെ സമയം വളരെ ചുരുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പരമാവധി ചുരുക്കി പറയുക, അതിൽ വ്യത്യസ്തത ഉണ്ടാവുക, ആരും പറയാത്ത കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ, അത് കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ പോവുക. അത് കുട്ടികൾക്ക് സാധ്യമാണ്. അത് യുറീക്കയിലെ ചുവടുകൾ, ഞാറ്റടി എന്ന് പറയുന്ന കുട്ടികളുടെ പങ്ക്തി, അത് എത്രയോ കാലമായിട്ട് മികച്ച രചനകൾ അത് വരുന്നുണ്ട്. നിരവധി സമാഹാരങ്ങൾ യുറീക്കയിൽ എഴുതിയ രചനകൾ വഴി ഉണ്ടായിട്ടുണ്ട്. അതിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ആ എഴുത്തിന്റെ ഒരു മേന്മ എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ എഴുതുന്നത് ഒരു താക്കോൽ എന്ന് പറയുന്ന ഒരു കവിത നോക്കൂ.
മയിലിന്റെ പൂട്ടിയിട്ട നൃത്തശാല തുറക്കാൻ ഒരു കാർമേഘ താക്കോൽ മതി. 4 വരിയിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഒറ്റ വരി പോലെ ഉള്ളൂ. മയിലിന്റെ പൂട്ടിയിട്ട നൃത്തശാല തുറക്കാൻ ഒരു കാർമേഘ താക്കോൽ മതി. അപ്പൊ കുട്ടികൾ ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്, അത് അത്രേ വേണ്ടു, ഒരുപാട് വലുപ്പത്തിലേക്കൊന്നും ആവശ്യമില്ല. അപ്പൊ ചുരുക്കിയ രീതിയിൽ നമുക്ക് ഉണ്ടാവും. ഞാൻ വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയുന്നത്, മിന്നലിനെ കുറിച്ച് 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി മിന്നലിനെ കുറിച്ച്, ആകാശത്തിന്റെ ചിതലാണ് മിന്നൽ, അത്രേ ഉള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തി. ആകാശത്തിന്റെ ചിതൽ ആണ് മിന്നൽ. ഒരു ആ വര പോലെ, ഒരു വെളുത്ത അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള വര പോലെ കണ്ടതായിരിക്കാം കുട്ടിയെ അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ടാവുക. രാത്രി ഒരു ചെറുവിളക്കുമായി നിലാവ്, അതും 5ാം ക്ലാസ്സിലൊരു കുട്ടി എഴുതിയ. അപ്പൊ ചിലപ്പോൾ ഒരു തുള്ളി ആയിരിക്കാം, ഒരു തുള്ളി മതി, ഒരു തുള്ളി വേണ്ടിടത്ത് ഒരു തുള്ളിയേ വേണ്ടൂ. അതാണ്, കൂടുതൽ വേണ്ടിടത്ത് മാത്രമേ കൂടുതൽ ആവശ്യമുള്ളൂ. അപ്പൊ വാക്ക് എന്ന് പറയുന്നത് അതൊരു ചൂണ്ടുപലക പോലെയാണ്. അത് നമ്മുടെ വായനയും നമ്മുടെ അനുഭവവും നമ്മുടെ സംസ്കാരവും ഒക്കെ വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. ഓരോരുത്തരും അതിനെ ഉൾക്കൊള്ളുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, അപ്രതീക്ഷിതത്വം വേണം എന്നുള്ളതാണ്. നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും അത് കഥ ആയാലും കവിതയായാലും അവസാനിക്കുന്നത് വളരെ സാധാരണ മട്ടിലാകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവില്ല, ഈ അപ്രതീക്ഷിതത്വം, നമ്മൾ വിചാരിക്കാത്ത ഒരു എൻഡ് അതിനകത്ത് ഉണ്ടാകുമ്പോൾ അത് അതിനെ വേറിട്ടിട്ടുള്ള ഒരു കാര്യമാക്കിയിട്ട് തീർക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ഉദാഹരണം ഞാൻ ഇവിടെ അതും കൂടി പറയാം. അത് മധു ആലപ്പടമ്പ് യുറിക്കിൽ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. സ്കൂട്ടർ എന്നാണ് വിഷയം. സ്കൂട്ടർ പഴയത്, വസൂരിക്കല പോൽ പെയിന്റ് പൊളിഞ്ഞത്, തേഞ്ഞ ഗിയർപ്പല്ലുള്ളത്, മൈലേജ് കുറഞ്ഞ് ഓർമ്മകളയവിറക്കി ചുമച്ച് കിതയ്ക്കുന്നത്, പഴഞ്ചൻ ടയറുകൾ പലതവണ റീസോൾ ചെയ്തത്. സ്കൂട്ടറിനെ കുറിച്ചാണ് ഞാൻ ഒന്നും കൂടി പറയുന്നുള്ളൂ. പഴയത്, വസൂരിക്കല പോൽ പെയിന്റ് പൊളിഞ്ഞത്, തേഞ്ഞ ഗിയർപ്പല്ലുള്ളത്, മൈലേജ് കുറഞ്ഞ ഓർമ്മകളയവിറക്കി ചുമച്ച് കിതയ്ക്കുന്നത്, പഴഞ്ചൻ ടയറുകൾ പലതവണ റീസോൾ ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ 2 വരി, ഒടുക്കം ഉന്തിത്തള്ളി വൃദ്ധസദനത്തിൽ തുരുമ്പിച്ചൊടുങ്ങുന്നത് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവും ആ ഒറ്റ വാക്ക് അതിനകത്ത്. ഒടുക്കം ഉന്തിത്തള്ളി വൃദ്ധസദനത്തിൽ തുരുമ്പിച്ചൊടുങ്ങുന്നത്. സ്കൂട്ടറാണ് തലക്കെട്ട്. സ്കൂട്ടറിനെ കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. അതെ, പക്ഷെ അത് വൃദ്ധസദനത്തിൽ തുരുമ്പിച്ചൊടുങ്ങുന്നത് എന്ന് അത് അവസാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് സ്കൂട്ടർ അല്ലാതായി തീരുകയും നമ്മൾക്കൊക്കെ പരിചിതരമായ ഒരുപാട് ഈ പ്രായമായവർ ആയിത്തീരുകയും ഈ കാലത്തിന്റെ ഒരു പ്രശ്നം അതിലൂടെ നമുക്ക് കാണാറാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അവസാനങ്ങൾ അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതിൽ ഔചിത്യം ഉണ്ടാവില്ല. അത് കൃത്യമായിരിക്കുക എന്നുള്ളത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പോൾ പല റൂട്ടുകളിൽ ഓടുന്ന ഒരു പാതയാണ് കവിതയുടെ എന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ കേൾക്കുന്നത്, ഓരോരുത്തർ വായിക്കുന്നത്, ഓരോരുത്തർ അനുഭവിക്കുന്നത് അതൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അതിന് എന്ത് വേണം? എഴുതുക, അതിനെ സ്വയം വിലയിരുത്തുക, അതിനെ മെച്ചപ്പെടുത്തുക, അതിനുവേണ്ടി ധാരാളം വായിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുക. മുന്നോട്ട് പോവാം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. മീര ടീച്ചറെ, എൻ്റെ സമയം ഏറെക്കുറെ ആയി, അതിനനുസരിച്ച് നിർത്താം. അത് നമുക്ക് മാഷെ കുട്ടികൾ ഇനി എന്തെങ്കിലും ഒന്ന് പ്രസക്തമായ കുറച്ച് ചോദ്യം ചോദിച്ചാൽ മാഷക്ക് അതും കൂടി വെച്ചിട്ടൊന്ന് കൺസൾട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഒരു 4:15 വരെ ഈ സെഷൻ പോവാം, ഒരു 4:20 വരെയൊക്കെ. അപ്പൊ കുട്ടികളോട് പറയാനുള്ളത്, എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിക്കരുത്, ഒന്ന് സ്വയം നിയന്ത്രിക്കണം. ഒരാൾ ചോദിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് കാണാലോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അപ്പൊ വേറൊരാൾ സംസാരിക്കരുത്. അത്യാവശ്യം വേണ്ടവർക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യാം കേട്ടോ. അപ്പൊ വളരെ പ്രസക്താന്ന് തോന്നുന്ന, നിങ്ങൾക്ക് തോന്നുന്ന മാഷോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചർ പറഞ്ഞതുപോലെ ഓരോരുത്തരായിട്ട് ചോദിക്കണം. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പറയരുത്, അപ്പൊ ഒന്നും കേൾക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ടാണ് കേട്ടാ, നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യം. ഇവിടെ ഇരുന്ന് നമുക്കത് നിയന്ത്രിക്കാൻ കഴിയൂല, അതുകൊണ്ടാണ്. അപ്പൊ ആരാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ, ചുരുക്കി പറയണം കേട്ടാ.
ശരി, പറഞ്ഞോളൂ. രൂപ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. രൂപ പറയാനാണോ? രൂപ പറയൂ രൂപ. എങ്ങനെയാ രൂപ പറയുന്നത്? ഹലോ, പറയണ്ടോ? ഇല്ല, മ്യൂട്ട് ചെയ്തു. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ചോദിക്കൂ. ഇത്ര നേരം കേട്ടതിന്റെ വെളിച്ചത്തിലേ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളതെങ്കിൽ ചോദിക്കൂ. ഓക്കെ. ഒരു ചോദ്യം ഉണ്ട്, അത് മാഷ അവസാനം പറഞ്ഞാൽ മതി. യുറീക്കയിൽ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? അത് പിന്നെ പറഞ്ഞാൽ മതി. ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അത് ചാറ്റ് ബോക്സിലുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനിയും നിങ്ങൾ ചോദിക്കൂ മാഷോട്. ഒന്നും ചോദിക്കാനില്ലേ കൂട്ടുകാർക്ക്? ആരും ഒന്നും ചോദിക്കുന്നില്ലേ? സാർ എത്ര കൃതികൾ എഴുതിയിട്ടുണ്ട്? അതൊരു വ്യക്തിപരമായ ചോദ്യമാണ്. 20-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോ നല്ലത്. മറ്റത് എന്നോട് എപ്പോ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, ഇല്ലേ? ശരി. മാഷ് കവിത എഴുത്തിലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്നെയും ആഡ് ചെയ്യൂ. അതൊക്കെ ചെയ്യാം. അതെ, അതിലൊക്കെ ഉണ്ടാവും. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങള് എന്തെങ്കിലും വിശദീകരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി സംസാരിക്കുന്നവരും ഉണ്ട്. അത് ഈ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. അതിനകത്തൊന്നും കുഴപ്പമുള്ളതല്ല. അവിടെ പോയിട്ട് ഇതോട് കളിച്ചോളൂ. കവിത പറയാമോ? എന്താ സാറിന്റെ ഒരു കവിത പറയാമോ? കവിത ചൊല്ലാനോ? ഇല്ല, കവിത ഞാൻ ഇപ്പൊ ചൊല്ലുന്നില്ല എന്തായാലും കേട്ടോ. അത് പിന്നീട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നമുക്ക് ചൊല്ലാം. ഓക്കെ. കവിത ചൊല്ലാം. ടീച്ചറെ, പ്രത്യേകിച്ച് വേറെ അവർക്ക് ചോദ്യങ്ങളില്ലെങ്കിലേ അത് പിന്നീട് മെല്ലെ ആവാം, അല്ലെങ്കിൽ അതിനടുത്ത് അടുത്ത സെഷനിലേക്ക് കിടക്കാൻ നല്ലതെന്നാ. അവാർഡ് കിട്ടിയ കൃതിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് തുമ്പച്ചെടിയുടെ ആത്മകഥാ കാവ്യം. അതിനാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അത് യുറീക്കയിൽ പ്രസിദ്ധീകരിച്ച കവിതയാണ്. പിന്നെ തൂവൽ എന്നുള്ളതുമായിട്ട് കുറെ കവിതകളും യുറീക്കയിൽ പ്രസിദ്ധീകരിച്ചതാണ്. കുഞ്ഞു കവിതകൾ എന്നുള്ള പുസ്തകം, അതിലത്തെ കവിതകളും അതെ, മുത്തശ്ശി കഥകൾ അതെ, അതിലൊക്കെ ഒരുപാട് രചനകൾ കഥയായിട്ടും കവിതയായിട്ടും കുറിപ്പ് ആയിട്ടും ഒക്കെ യുറീക്കയിലാണ്. ഞാൻ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് മുതലേ യുറീക്കയുടെ വരിക്കാരനായിരുന്നു. ആ കാലം മുതലേ യുറീക്ക വായിച്ചിട്ടുണ്ട്. പിന്നീട് യുറീക്കയുടെ പ്രവർത്തകനായി യുറീക്കയിലെ ധാരാളം എഴുതുകയും ഇപ്പോഴും എഴുതുന്നു. എന്റെ മോള് പറയും. ഞാനും പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കവിത എഴുതാൻ ശ്രമിക്കലുണ്ട്, പക്ഷേ യോജിച്ച വാക്കുകൾ കിട്ടാറില്ല. എന്താണ് ചെയ്യേണ്ടത്? യോജിച്ച വാക്കുകൾ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ എഴുതുമ്പോ യോജിച്ച വാക്കുകൾ കിട്ടിയിട്ടില്ല. അതാണ്, ആരും ആദ്യം എഴുതുമ്പോ യോജിച്ച വാക്ക് കിട്ടിക്കോളൊന്നുമില്ല. നമ്മൾ എഴുതി വെക്കുക. തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഡയറിയിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കുക. അതിന്റെ കൂടെ നമ്മൾ ധാരാളം വായിക്കുകയും ചെയ്യുക. കുട്ടികൾക്കുള്ളതായാലും മുതിർന്നവർക്കുള്ളതായാലും ഒക്കെ വായിക്കുക. അപ്പൊ വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അതേപോലെ എഴുതാതിരിക്കാൻ കൂടി വേണ്ടിയാ. മറ്റുള്ളവർ എഴുതുന്ന പോലെ എന്തെങ്കിലും നമ്മുടെ വരിയിൽ വന്നാലൊക്കെ അത് മോശമല്ലേ? അപ്പൊ അത് പാടില്ല. മറ്റുള്ളവർ എങ്ങനെയാണ് വ്യത്യസ്തമായി എഴുതണതെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ കവിത എഴുതണമെങ്കിൽ നമ്മുടെ കൂട്ടുകാർ എഴുതണമൊക്കെ നമ്മൾ വായിക്കണം. എങ്ങനെയാ അവർ ഉപയോഗിക്കുന്നത്, എന്ത് വാക്കുകൾ ഉപയോഗിക്കുന്നു, അതെങ്ങനെയാ നമുക്ക് രസകരമായി തോന്നുന്നു. അത് നിരന്തരം നമ്മളൊരു പണി ചെയ്താൽ മാത്രമേ ആ പണിയിൽ എന്തായി തീരുള്ളൂ, ആ മികവ് ഉണ്ടാവുള്ളൂ. അതാണ്, അത് ഉണ്ടായിക്കോളും. കേട്ടോ. നമ്മള് ധാരാളം വായിക്കുകയും എഴുതുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുക.
ഓക്കെ മാഷെ എന്നാല് ആ ഓക്കെ ശരി ടീച്ചറെ. അടുത്ത ഇടക്കിടക്ക് കവിത എഴുതാറുണ്ട്, പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഒരു പൊട്ടക്കവിത ആയിട്ട് തോന്നും. അപ്പൊ അതാണ്ട് ചീന്തി വലിച്ചത്. അല്ല അതെന്താ അറിയോ, അങ്ങനെ നമ്മൾ എഴുതുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഇത്തിരി മോശമാണെന്ന് തോന്നണത് ഒരു മികവ് തന്നെയാണ്. നമ്മൾ പിന്നെയും വായിച്ച് അതിനകത്ത് മുന്നോട്ട് പോയി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് കീറിക്കളയരുത്. അത് ഒരു ഡയറിയിൽ ഡേറ്റ് ഇട്ടിട്ട് അത് നന്നായാലും ചീത്തയായാലും അങ്ങനെ എടുത്തു വെക്കുക. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് തിരുത്താൻ പറ്റും. മോശമാണെങ്കിൽ എന്താണ് ആ മോശം എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പരിഹരിച്ചാൽ നമുക്കത് വേറെ ഒരു നല്ല കവിതയായിട്ട് പിന്നീട് മാറ്റാനും പറ്റും. പക്ഷെ അത് കളഞ്ഞു പോയാൽ പിന്നീട് നമുക്കത് ആലോചിച്ച് കിട്ടുകയും ചെയ്യില്ല. അപ്പൊ നമ്മൾ എഴുതണ ഒന്നും മോശമാക്കണ്ട. അത് മുഴുവൻ നമ്മുടെ ശേഖരത്തിൽ ഉണ്ടായിക്കോട്ടെ. നല്ലത് മാത്രം മറ്റുള്ളവരെ കാണിച്ചാൽ മതി, അയച്ചു കൊടുത്താൽ മതി. നമുക്ക് തിരിച്ചാലൊക്കെ നമുക്ക് തന്നെ ചെയ്യാലോ കേട്ടോ. ശരി, നമുക്ക് താങ്ക് യു. അമലേ, ഏത് കുട്ടികളാണ് വായിച്ചു തുടങ്ങേണ്ടത്? എന്താണ് കവിത എഴുതുമ്പോ ഏത് പുസ്തകം വായിച്ചു തുടങ്ങണ്ടേന്ന് ആദ്യം? മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 6-ല്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ വായിക്കുന്നില്ലേ? പാഠപുസ്തകത്തിലെ കവിതകളൊക്കെ നന്നായി വായിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് എഴുതുന്ന ആൾക്കാരുടെ വായിക്കുക. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. യുറീക്കയിൽ തന്നെ ഇഷ്ടം പോലെ വ്യത്യസ്തമായ യുറീക്ക വായിച്ചാൽ തന്നെ മതി. ധാരാളം പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ എഴുതുന്ന രചനകൾ അതിനകത്തുണ്ട്. വായിക്കുന്നത് സൂക്ഷ്മമായി വായിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കയ്യിൽ കുറേ പുസ്തകം ഉണ്ടായിട്ടൊന്നും ഒരാൾക്ക് എഴുത്തുകാരനൊന്നും ആവില്ല. ഉള്ളത് കുറച്ചാണെങ്കിലും അതിനെ നന്നായിട്ട് നമ്മൾ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് അതിന് എന്തൊക്കെയാ പ്രത്യേകത നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട വരികൾ ഓർത്തു വെച്ച് അങ്ങനെ നല്ല വായനക്കാരാകുമ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. ഇന്നൊരു പുസ്തകം എന്ന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല എന്ന് മാത്രം. അടുത്തതായി അവതരിപ്പിക്കുന്നത് EN ഷീജയാണ്. ഷീജ ടീച്ചർ നേരത്തെ പറഞ്ഞു രാമകൃഷ്ണൻ മാഷെ പോലെ തന്നെ യുറീക്കയുടെ മുൻ എഡിറ്ററാണ്. ഷീജ ടീച്ചറുടെ അമ്മുവിന്റെ സ്വന്തം ഡാർവിൻ എന്ന് പറയുന്ന പുസ്തകത്തിന് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും KSTIയുടെയും ഒക്കെ തന്നെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ കുറെ പേരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അതും യുറീക്കയില് വന്നിട്ടുള്ളതാണ്. പിന്നെ അവസാനം അത് പുസ്തകം ആക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുഞ്ഞിക്കിളി എന്ന് പറയുന്ന പുസ്തകത്തിന് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ടീച്ചർ കഥയും കവിതയും ഒക്കെ തന്നെ എഴുതുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഷീജ ടീച്ചർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഷീജ ഇതുപോലെ തന്നെ ഒരു 15-20 മിനിറ്റ് നേരം കൊണ്ട് അവതരണം നിർത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഒരു 20-25 മിനിറ്റ് നേരം കൊണ്ട് അത് അവസാനിപ്പിക്കാം. ഷീജയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷീജ ടീച്ചർ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഞാന് പിന്നെ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാമകൃഷ്ണൻ മാഷ് വളരെ വിശദമായിട്ടാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. കാരണം നമ്മളൊക്കെ ഏകദേശം ഞങ്ങളെല്ലാം ഇതുപോലെ യുറീക്ക വഴിയാണ് ഞങ്ങളൊക്കെയും കൂട്ടുകൂടിയത്. അപ്പൊ അന്ന് മുതലേ സംസാരിച്ച് എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് കേൾക്കുന്നുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും ഞാൻ മാഷ് പറഞ്ഞ ആ കാര്യങ്ങളിലെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് അതിനെ ഒന്നുകൂടി നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാരായ കുട്ടികൾക്ക് അതിനെ കുറച്ചുകൂടി ഒരു വിശദമായിട്ട് പറയാമെന്ന് തോന്നുന്നു. ഉദാഹരണങ്ങളിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ ആക്കിത്തരാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം രാമകൃഷ്ണൻ മാഷ് പറഞ്ഞു നിർത്തിയത് കൽപ്പറ്റ നാരായണ മാഷിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. വ്യത്യസ്തമായി പറയുക, വ്യത്യസ്തമായി എഴുതുക, അല്ലെ? നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെയൊക്കെ സംസാരം കേൾക്കാൻ മറ്റുള്ളവര് ചിലപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹത്തോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ മറ്റുള്ളവർക്ക് നമ്മുടെ സംസാരം വ്യത്യസ്തമാണെങ്കിൽ നമുക്കത് നമ്മുടെ എഴുത്തിലും കൊണ്ടുവരാൻ പറ്റും. വ്യത്യസ്തമായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മളുടെ ഒരു തനിമ, നമ്മളെ ഒരു അടയാളപ്പെടുത്തൽ വേണം. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ അടയാളപ്പെടുത്തുക. അപ്പൊ അതിന് കഴിയുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ നേരത്തെ ഒരു മോളോ ചോദിച്ച പോലെ എന്ത് പുസ്തകങ്ങളാണ് വായിക്കണം? എല്ലാ തരം പുസ്തകങ്ങളും വായിക്കാം. നിറയെ പുസ്തകങ്ങൾ വായിക്കും. വായിച്ച് നമ്മളെ ഉള്ളങ്ങനെ നിറഞ്ഞ് കവിയട്ടെ. അങ്ങനെ കവിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ തോന്നും. നമുക്ക്
ഇപ്പൊ ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് അങ്ങ് എഴുതുകയല്ല. പിന്നെ ഇതുവരെയും ഒന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് വിഷമിക്കുകയും വേണ്ട. നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ വായിക്കുക, നിറയെ വായിക്കുക, എല്ലാം കഥയും കവിതയും നോവലും എല്ലാം വായിക്കുക. കാരണം നേരത്തെ മാഷ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചുവല്ലോ, കവിതയിൽ മാത്രമല്ല കവിത ഉള്ളത്, കഥയിലും കവിത ഉണ്ട് അല്ലെ. കാവ്യാത്മകമായിട്ട് തന്നെ നമുക്ക് കഥ എഴുതാം, ലേഖനം എഴുതാം, മറ്റു കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോഴാണ് അത് ആളുകൾ കൂടുതൽ വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ വായിക്കുക. അതാണ് നമ്മുടെ എഴുത്തിനെ മനോഹരമാക്കുകയും ചെയ്യുക. അപ്പോൾ അത് പിന്നെ അതിനുവേണ്ടി നിങ്ങൾ നിറയെ വായിക്കുക, നിറയെ വായിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക്, നമ്മളിപ്പോ ഒരു പാത്രത്തിൽ വെള്ളം അങ്ങനെ കോരി ഒഴിച്ച് അത് നിറയുമ്പോൾ എന്തായിരിക്കും, അതിന് നിറഞ്ഞ് കവിയും, പുറത്തേക്ക് കവിയും. അപ്പോൾ അത്ര പിന്നെ കഴിയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിക്കുമുട്ട് വരില്ലേ, ഇങ്ങനെ ഇപ്പൊ പുറത്തേക്ക് വന്നേ തീരൂ എന്ന രീതിയിലാവുമ്പോ നിങ്ങൾക്ക് എഴുതാം. അതും പിന്നെ എഴുതി കഴിഞ്ഞാലും ഒറ്റയടിക്ക് ഈ എഴുതിയത് ഏറ്റവും മികച്ചതാണ് എന്ന് കരുതേണ്ടതില്ല. അത് നേരത്തെ ഇപ്പൊ ഒരു മോൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതുമ്പോ എനിക്ക് പിന്നെ വലിയ എഴുതി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ പൊട്ടക്കവിതയാണ് തോന്നുന്നുള്ളത്. പിന്നെ അതിന് മാഷ് മറുപടി പറയുകയും ചെയ്തു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ അപ്പൊ ഓർത്തത്. കുഞ്ഞുണ്ണി മാഷ് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതാൻ തോന്നുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും കുറിച്ചിട്ടിട്ട് ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെയും അതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ അതിനെ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആ വരികൾ വരുന്നുണ്ടെങ്കിൽ, അതിന്റെ തുടർച്ച വരുന്നുണ്ടെങ്കിൽ അപ്പൊ എഴുതിക്കോളൂ. അത് 2 or 3 വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അതങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എഴുതിക്കോളൂ. അപ്പൊ അത് നല്ല കവിതയായിട്ട് വരും, അല്ലെങ്കിൽ നല്ലൊരു രചനയായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആശയത്തിന് അങ്ങനെ ഉള്ളിലിട്ടിട്ട് ധ്യാനിച്ച് അല്ലെ, അതിൽ തന്നെ ഇങ്ങനെ നമ്മൾ കോഴിയൊക്കെ മുട്ടയ്ക്ക് മേലെ അടയിരിക്കുന്നില്ലേ, അതുപോലെ അങ്ങനെ അടയിരുന്ന് അതിനെ നല്ല ഒരു രചനയായിട്ട് പുറത്തേക്ക് വരുത്തുക. അങ്ങനെ നിങ്ങൾക്ക് കഴിയും. അപ്പൊ അതിനെ നിറയെ വായിക്കുക, ധാരാളം വായിക്കുക. അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ട് എഴുതാൻ പറ്റും. ഞാന് കൽപ്പറ്റ നാരായണ മാഷിന്റെ ഒരു കവിത ഒന്ന് പിന്നെ അവതരിപ്പിക്കാം. ഒരു ഗദ്യ കവിതയാണ്. എല്ലാ കവിതകൾക്കും ഈണം വേണമെന്നില്ല എന്ന് പറയുകയും ചെയ്തു, മാഷ് നേരത്തെ പറഞ്ഞു. ഗദ്യ കവിതകൾ ധാരാളമുണ്ട്. പക്ഷെ ഏതൊരു കവിത എഴുതുമ്പോഴും അതിനൊരു താളം ഉണ്ടാവണം, ആ വാക്കുകൾക്കൊരു താളം ഉണ്ടാവണം. അല്ലെങ്കിൽ അത് ആ ഒരു കവിതയാവില്ല. കവിതയാണെങ്കിൽ അത് ഗദ്യ കവിത പിന്നെ ഈണത്തിൽ ചൊല്ലാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിലത്തെ വാക്കുകൾക്ക് ഒരു താളം ഉണ്ടാവും. അത് അത്തരത്തിൽ എഴുതാൻ കഴിയുന്ന നമ്മുടെ ഈണത്തിൽ എഴുതുന്നതും മനോഹരമായ കവിതകളുണ്ട്. അപ്പൊ ഇത് ഒരു ഗദ്യ കവിതയാണ്. കൽപ്പറ്റ നാരായണൻ മാഷിന്റെ കവിത ആശ്വാസം എന്ന കവിതയാണ്. കുറച്ച് വരികളെ ഞാൻ ഒന്ന് അവതരിപ്പിക്കുന്നുള്ളൂ. ആദ്യത്തെ വരികൾ നോക്കൂ. അമ്മ മരിച്ചപ്പോൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. മോനാണ് കേൾക്കാത്തത്. ആരെങ്കിലും ഒക്കെ പറയുമ്പോ നമുക്ക് സംശയം തോന്നും. ആദ്യത്തെ വരി നോക്കൂ. ആ കവിതയുടെ 2 വരി ഇങ്ങനെ. ആദ്യത്തെ 2 വരി, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ശരി, ഇത് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? ഇത് എന്ത് വർത്താനായി പറയണത്? അമ്മ മരിച്ചപ്പോ ആശ്വാസമായി. ശരി, ഇനി കേൾക്കുന്നുണ്ട് പറയണ്ട. ഓക്കെ, ഞാൻ പറയാം. അമ്മ മരിച്ചപ്പോ ആശ്വാസമായി. ഇത് എന്ത് മകനാണ് അല്ലെങ്കിൽ മകളാണ്, ഇങ്ങനെയാണോ വിചാരിക്കുക എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ബാക്കിയും കൂടി കേട്ടോളൂ. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങി പാറുന്നത് വരെ തല തുവർത്തേണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട. വിഷം തീണ്ടി രോമത്തുളകളിലൂടെ ചോര വാർന്നു ചത്ത അയൽക്കാരനെ ഉറക്കത്തിൽ എഴുതിക്കുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഞാനിതിന്റെ ആദ്യ ഭാഗം മാത്രമാണ് പറഞ്ഞത്. തുടക്കം എങ്ങനെയായിരുന്നു? അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ആ 2 വരികൾ നമ്മളെ ഞെട്ടിക്കും അല്ലെ? ആ 2 വരികൾ നമുക്ക് വല്ലാത്തൊരു ഞെട്ടലാണ്.
ആ ഞെട്ടലോടെയാണ് നമ്മൾ അടുത്ത വരികളിലേക്ക് കടക്കുന്നത്. അപ്പൊ എന്താണ്? ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല എന്നാണ് പറയുന്നത്. അത്താഴപ്പഷ്ണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രാത്രി അത്താഴം കഴിക്കാതെ കിടക്കുന്ന നമ്മളെ പ്രായമായ ആളുകളൊക്കെ നമ്മളോട് മുത്തശ്ശന്മാരും ഒക്കെ പറയാറുണ്ട്, അത്താഴപ്പഷ്ണി കിടക്കരുത്, കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രാവിന്റെ ഇറച്ചി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അത്രയും നമ്മളെ ശരീരത്തിന് ദോഷമാണ്, കഴിക്കാതിരിക്കരുത് എന്നൊക്കെ പറയും. അമ്മമാര് മക്കളെ അത്താഴപ്പഷ്ണി കിടക്കാൻ സമ്മതിക്കുമോ? മക്കളെ ആരെങ്കിലും കഴിക്കാതെ കിടക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് സുഖം ഉണ്ടാവുമോ? അമ്മ പിന്നെയും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് കവി പറയുന്നത്? അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ആ വരികളിൽ നിന്ന് നമ്മൾ എവിടേക്കൊക്കെയാണ് നമ്മൾ പോണത്? ആ 2 വരികൾ നമ്മൾ എങ്ങടൊക്കെയാ കൊണ്ടുപോണത്? ഇനി അടുത്ത വരികളോ? ഇനി എനിക്ക് ഉണങ്ങി പാറുന്നത് വരെ തല തുവർത്തണ്ട. തല തോർത്തിയാലും അമ്മയ്ക്ക് തൃപ്തിയാവില്ല. എത്ര വലുതായാലും, മക്കള് എത്ര വലുതായാലും അമ്മയ്ക്ക് അവരൊക്കെ കുഞ്ഞു കുട്ടികളാ. അമ്മ പിന്നെയും പിടിച്ച് തലയൊക്കെ തോർത്തിക്കും. അമ്മയ്ക്ക് അമ്മ തോർത്തി കൊടുത്താലേ കുട്ടിയുടെ മക്കളുടെ മകനായാലും മകളായാലും ആ തല ഉണങ്ങി ജലദോഷം പിടിക്കില്ല, എൻ്റെ കുട്ടിക്ക് നീരിറക്കം വരരുത് എന്നുള്ള അമ്മയുടെ ആ ഒരു വേവലാതിയാണ് അമ്മയെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അപ്പൊ ഇനി ഈ മകനെ ആരും, അല്ലെങ്കിൽ ആരും അങ്ങനെ ഇഴ വിടർത്തി നോക്കിയിട്ട് ഉണങ്ങിയോ എന്ന് നോക്കില്ല. തല ഉണങ്ങി പാറുന്നത് വരെ ഇനി എനിക്ക് തല തോർത്തണ്ട, ആരും എന്നെ ബുദ്ധിമുട്ടിക്കില്ല. ഇങ്ങനെ പറഞ്ഞാണ് കവിത വളർന്നു വരികയാണ്. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിൽ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. പുസ്തകം വായിക്കുകയാണ്. എവിടെ ഇരുന്നിട്ടാ പുസ്തകം വായിക്കണേ? കിണറിന്റെ ആൾമറയിൽ ഇരുന്നിട്ട്. അവിടെ ആൾമറയിൽ ഇരുന്ന് പുസ്തകം വായിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? അങ്ങോട്ട് കിണറിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇനി അത് ആ വായിക്കുന്നതിന്റെ ഇടയിൽ ഉറക്കം തൂങ്ങ കൂടിയാണെങ്കിലോ എന്തായാലും വീണു പോകും. പക്ഷെ ആ വീഴാൻ ആരും സമ്മതിക്കുന്നില്ല. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി, അയ്യോ എൻ്റെ കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ അവിടെ നിന്ന് താഴെ ഇറക്കാറുണ്ടായിരുന്നു. ഇനി എനിക്ക് ധൈര്യമായിട്ട് അവിടെ ഇരുന്നിട്ട് പുസ്തകം വായിക്കാം. ഇനി ആരും എന്നെ ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല എന്നൊക്കെ പറഞ്ഞ് കവിത അങ്ങനെ വളരുമ്പോ നമുക്ക് അവിടെ ആദ്യം തോന്നിയ ഞെട്ടൽ വല്ലാത്തൊരു, ആ ഞെട്ടലിൽ നിന്ന് നമ്മൾ മറ്റൊരു വികാരത്തിലേക്ക്, മനോഭാവത്തിലേക്ക് പോവുകയാണ്. അമ്മ എന്താണ്? ഓരോ മക്കൾക്കും അമ്മ എന്തായിരുന്നു? അതിന്റെ ഏറ്റവും അവസാനത്തെ വരികളിലാണ് കവി കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്നത്. അമ്മ ഇന്നലെ എല്ലാ വേദനകളിൽ നിന്നും മുക്തയാവുകയാണ്. അമ്മ ഇന്നലെയാണ് എന്നെ പെറ്റു തീർന്നു എന്ന് പറയും. ഇന്നലെ അമ്മ എന്നെ പെറ്റു തീർന്നു, ഇന്നലെയാണ് അമ്മ എന്നെ പ്രസവിച്ച് തീർന്നത്. നമുക്ക് സംശയം തോന്നാം സ്വാഭാവികമായിട്ട്. അതെങ്ങനെയാ? അമ്മ പ്രസവിച്ചിട്ട് ഇപ്പൊ ഇത്രയും അതിന് ശേഷമല്ലേ ഇങ്ങനെ വളർന്ന് വലുതായത്? പക്ഷെ ഗർഭസമയത്ത് ഉള്ളിലുണ്ടായിരുന്ന ആ കുഞ്ഞിനോട്, ആ ഭ്രൂണത്തിനോട് അമ്മ എത്രത്തോളം അമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതേ സ്നേഹവും കരുതലും വാത്സല്യവും പിന്നീട് ആ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുന്ന കാലമൊക്കെയും, അമ്മയുള്ള കാലത്തൊക്കെയും അമ്മ ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ആ ഒരു കരുതൽ പിന്നെയും ഈ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ഒരു കുഞ്ഞു കവിതയിലൂടെ സൂചിപ്പിക്കുകയാണ് കവി. അങ്ങനെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ കവിത എന്നറിയോ? ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല. ഭൂമിയിൽ ശരീരവേദന കൊണ്ട് ആളുകൾ കരയാം, പക്ഷെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മമാര് എത്രത്തോളം കുഞ്ഞുങ്ങളെ ഓർത്ത് അവരെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നുണ്ട് എന്നതിന്റെ ആ ഒരു അത്ര ശക്തമായ ഒരു ആവിഷ്കാരമാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. ശരീരവേദന കൊണ്ട് ആർക്കും കരയാം, പക്ഷേ മറ്റൊരാളെ ഓർത്ത് ദുഃഖിച്ച് കരയാനുള്ള ആ ഒരു മനസ്സ് ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞിട്ടുള്ള, കുമാരനാശാനും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ? നമ്മുടെ സുഖം പോലെ തന്നെയാണ്. നമുക്ക് സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി സുഖത്തിനായിട്ട് വരണം എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ വലിയ വിശാല മനസ്സുള്ള ആളുകളായിട്ട് മാറുക. അപ്പൊ അത്തരത്തിൽ ഹൃദയ വിശാലത ഉള്ളത് അമ്മമാർക്കേ ഉള്ളൂ. അത്തരത്തില് മക്കളെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടാൻ അമ്മയേ ഉള്ളൂ. ഇനി അമ്മ മരിച്ചതോടെ എനിക്കിനി എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംരക്ഷണ ആ ഒരു പൊതിഞ്ഞു പിടിക്കലുകൾ മുഴുവനും ഇല്ലാതെയായി എന്ന് കവി സങ്കടപ്പെട്ട്, ആ സങ്കടപ്പെടലിൽ നിന്നാണ് ഈ കവിത, ഇത്തരത്തിലൊരു കവിത
പിറക്കുന്നത്. അത് പിന്നെ സ്വന്തം അനുഭവമാവണമെന്നില്ല, ചിലപ്പോൾ അനുഭവമാവാം, നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും എല്ലാം വായിച്ചറിഞ്ഞതും ഒക്കെയായ അനുഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ രചനകളിലൂടെ ആവിഷ്കരിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു അമ്മ ഒരു വികാരമായിട്ട് അമ്മ എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കി തരികയാണ്. ആദ്യത്തെ ആ ഒരു ഞെട്ടലിൽ നിന്നാണ് നമ്മൾ കവിതയിലേക്ക് വളരെ കൗതുകത്തോടെ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ദേഷ്യത്തോടെ നോക്കുകയാണ്, ഇതെന്തെങ്ങനെ പറയാന്നുള്ളത്. അത് തന്നെയാണ് കവിയുടെ വിജയവും. അപ്പൊ അത് തന്നെയാണ് വ്യത്യസ്തമായിട്ട് പറയല്, അല്ലേ? അവിടെ വളരെ വ്യത്യസ്തമായിട്ടാണ് കവി ആ ഒരു വിഷയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തിട്ട് തന്നെ ഞാനും പറയുന്നു, നിങ്ങൾ എഴുതുന്ന ഓരോ രചനയും, അത് കവിതയാവട്ടെ, കഥയാവട്ടെ, മറ്റേത് രചനയുമാവട്ടെ, അത് നിങ്ങളുടേത് മാത്രമായിട്ട്, മറ്റൊരാളുടെ അനുകരണമാവാതെ നിങ്ങളുടേത് മാത്രമായിട്ട് നിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇടം എഴുത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുക. അത് നിങ്ങൾക്ക് കഴിയും. ഇനി നമ്മൾ എഴുതുമ്പോൾ പലപ്പോഴും പല കുട്ടികളും ഒക്കെ എഴുതുന്നതിൽ പല വാക്കുകളും അങ്ങനെ ഒരു വളരെ എന്താ പറയുക, ലളിതമായ പദങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ അതിന് പകരം കുറച്ചുകൂടി കടുപ്പുള്ള വാക്കുകളൊക്കെ പ്രയോഗിച്ച് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് അങ്ങനെ എഴുതിയാലേ കവിതയാവൂ എന്ന ചില ചിന്ത ചിലർക്കൊക്കെ ഉണ്ട്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വായിക്കാനുള്ളതാണ് കവിത, അല്ലെ? ആ കവിത അത് വായിച്ച് അവർക്ക് ആസ്വദിച്ച് അവരതിനെ അനുഭവിച്ച് അതിനൊരു അനുഭൂതി, ആ ഒരു അനുഭൂതി അനുഭവിക്കുക, അത് അവർക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എഴുതുന്നതിന് നമുക്ക് മാത്രം മനസ്സിലായാൽ പോരല്ലോ. അപ്പൊ ലളിതമായ പദങ്ങൾ മതി. അപ്പൊ അത്തരത്തിൽ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനോഹരമായ രചനകൾ എഴുതാൻ പറ്റും. വീരാൻകുട്ടി വളരെ മനോഹരമായ കവിതകൾ എഴുതുന്ന കവിയാണ് മലയാളത്തിലെ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിത പഠിപ്പ് എന്നാണ് കവിതയുടെ പേര്. പഠിപ്പ്. മനസ്സിലായതേയില്ല അവൾക്ക് പൂമ്പാറ്റയുടെ ചിത്രം കാണിച്ച് ചിത്രശലഭം എന്ന് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകൂടി പറയാം. മനസ്സിലായതേയില്ല അവൾക്ക് പൂമ്പാറ്റയുടെ ചിത്രം കാണിച്ച് ചിത്രശലഭം എന്ന് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ വിഷമിച്ചാണെങ്കിലും അവളും ചിത്രശലഭം എന്ന് പറഞ്ഞു തുടങ്ങി. ഒടുവിൽ വിഷമിച്ചാണെങ്കിലും അവളും ചിത്രശലഭം എന്ന് പറഞ്ഞു തുടങ്ങി. പൂമ്പാറ്റ എന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്ന് സമാധാനിച്ചുകൊണ്ട്. കവിത അവസാനിക്കുന്നത് നോക്കൂ. പൂമ്പാറ്റ എന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എന്ന് സമാധാനിച്ചുകൊണ്ട്. എത്ര മനോഹരമായ പേരാണല്ലേ പൂമ്പാറ്റ. ഈ പൂമ്പാറ്റയെ എന്തിനാ നമ്മൾ ചിത്രശലഭം എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ ഭാഷയിലെ ഏറ്റവും ലളിതമായ ഏറ്റവും മനോഹരമായ പദങ്ങൾ, അത് നേരത്തെ മാഷ് പറഞ്ഞ ഔചിത്യത്തിനോട് അതിനെ ചേർത്ത് വെക്കാം, അല്ലെ? അപ്പം ആ ഒരു ഔചിത്യം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ ഇവിടെ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി, ഇപ്പൊ ആ കുട്ടിയുടെ വീരൻകുട്ടി ഈ ഒരു കവിത പലതലത്തിലേക്ക് ആ കവിതയെ കൊണ്ടുപോവാം, അതിനെ വായിച്ചെടുക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളുമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഒരു തരത്തിൽ ഇതിനെ ഒന്ന് ബന്ധിപ്പിച്ചു നോക്കൂ. ചിത്രശലഭം എന്ന് ടീച്ചർ അങ്ങനെ പഠിപ്പിക്കുക, കുട്ടിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോ പൂമ്പാറ്റ എന്നത് പിന്നെ അവളുടെ ഉള്ളിൽ പൂമ്പാറ്റയാണ്, പിന്നെ അവള് സമാധാനിക്കുക പൂമ്പാറ്റ എന്നത് അതിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എന്ന് സമാധാനിച്ചുകൊണ്ടാണ് അവൾ ചിത്രശലഭം എന്ന് പറയാൻ തുടങ്ങിയത്. ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വിഷയങ്ങളിലേക്ക് അതിനെ നമുക്ക് വീണ്ടും വീണ്ടും വായിച്ചെടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ് നിങ്ങളുടെ വിജയം. അവിടെയാണ് നമ്മൾ വേറിട്ട ഒരു എഴുത്ത്, നമ്മുടെ വ്യത്യസ്തത പ്രകടിപ്പിക്കുന്ന ഒരു എഴുത്ത് നമുക്ക് വശമാവുന്നത് അപ്പോഴാണ്. അപ്പം ശീർഷകത്തിന്റെ കാര്യവും നേരത്തെ മാഷ് പറഞ്ഞു. ശീർഷകം എങ്ങനെ ഒരു കവിതയെ അല്ലെങ്കിൽ ഒരു രചനയെ എത്ര അതിനെ ഒരു വ്യത്യസ്തമാക്കുന്നു അല്ലെങ്കിൽ ആകർഷകമാക്കുന്നു എന്നുള്ളത്. ശീർഷകം കൊടുക്കാൻ പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ പ്രവർത്തനമൊക്കെ കൊടുക്കുമ്പോഴും കുട്ടികൾ വെറുതെ ഒന്നുകിൽ ആ രചനയിലെ ഒരു വരി വെച്ചിട്ട് അങ്ങോട്ട് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് എടുത്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കഥാപാത്രത്തിന്റെ പേരെടുത്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശീർഷകങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു രചനയുണ്ട്, നമ്മുടെ രചനയാണ്, അതിനെ നമ്മളെ ഉള്ളിൽ നമ്മളിങ്ങനെ എന്താ പറയാ, അതിനെങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ ഈ ഊതിക്കാച്ചി എടുത്തിട്ടുള്ളതാണ്, അല്ലെ? ധ്യാനിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്.
എത്രയോ കാലം നമ്മുടെ ഉള്ളിൽ വെച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ശീർഷകം നിങ്ങൾക്ക് കൊടുക്കാനാവും. അപ്പൊ അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ശീർഷകങ്ങൾ നിങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല പിന്നെ നിങ്ങളുടെ പിന്നെ എഴുത്തിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ ശീർഷകം ഇല്ലാതെയും കാണും. ഇപ്പൊ സച്ചിദാനന്ദന്റെയൊക്കെ ചില കവിതകളിൽ ശീർഷകം ഇല്ല, കൊടുത്തിട്ടില്ല ശീർഷകം, വെറുതെ ഇങ്ങനെ ഒരു ചതുരം, ഒരു കറുപ്പ് ചതുരം മാത്രം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ അങ്ങനെ കൊടുക്കുമ്പോഴും അതിനൊരു വലിയ തലമുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് വായനക്കാരന് അതിൽ നിന്ന് ഒരുപാട് വായിച്ചെടുക്കാൻ പറ്റും. പലതരത്തിലുള്ള അർത്ഥ സാധ്യതകൾ, വ്യാഖ്യാനത്തിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകും. ഇപ്പം പിന്നെ കുട്ടികൾ ഉണ്ടാക്കുന്ന യുറീക്കയില് കുറച്ച് മുൻപ് വന്നിട്ടുള്ള ഒരു കവിതയാണ് പൂജ്യം എന്നാണ് ശീർഷകം കൊടുത്തിട്ടുള്ളത്. പൂജ്യത്തിന് പിന്നെ പൂജ്യം എന്ന ശീർഷകം കൊടുത്തിട്ട് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയ കവിതയാണ്. അനാമിക എഴുതിയ കവിതയായിരുന്നു. കുഞ്ഞു വിരലുകൾ കൂട്ടിപ്പിടിച്ച് നിന്നെ ആദ്യം വരച്ചൊപ്പിച്ചപ്പോൾ ഉള്ളിൽ അഭിമാനമായിരുന്നു. അമ്പിളി മാമനിലും അമ്മു ചേച്ചിയുടെ വളയിലും നുണഞ്ഞിറക്കിയ മിഠായിയിലും നിന്നെ കണ്ടെത്തിയപ്പോൾ ഉള്ളിൽ കൗതുകമായിരുന്നു. ആ അനുഭവം നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പരിചിതമായ ഇടം, നമ്മുടെ അനുഭവങ്ങൾ, അതിനെയാ കൊണ്ടുവരണം. അമ്പിളി മാമനില്, പിന്നെ അമ്മു ചേച്ചിയുടെ വളയില്, നുണഞ്ഞിറക്കിയ മിഠായിയില്, ഇതിലൊക്കെയും നിന്നെ കണ്ടെത്തിയപ്പോൾ അത്ഭുതമായിരുന്നു, കൗതുകമായിരുന്നു. ഇത്ര വലിയ 58 പോലും ഒറ്റ പെരുക്കലിന് ഒന്നുമല്ലാതാക്കാൻ നിനക്ക് ശക്തിയുണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ളിൽ അസൂയയായിരുന്നു. അപ്പോഴേക്കും മറ്റൊരു തലത്തിലേക്ക് കവിത മാറുകയാണ്. 58 പോലും, 58 എന്ന് പറഞ്ഞാൽ വലുത്, വളരെ വലുതാണ്. ആ 58 പോലും ഒന്നും ഇല്ലാതെയാക്കാൻ, പെരുക്കിയിട്ട് ഒന്നും ഇല്ലാതെയാക്കാൻ, അതായത് ഗുണിച്ചിട്ട് ഒന്നും ഇല്ലാതെയാക്കാൻ നിനക്ക് കഴിയും. 0 കൊണ്ട് ഗുണിക്കുമ്പോൾ എല്ലാം 0 പോകുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ മറ്റൊരു തലം, 0ത്തിന്റെ മറ്റൊരു തലം. 100കളുടെയും 1000ങ്ങളുടെയും നിലനിൽപ്പ് നിന്നിലാണെന്നറിഞ്ഞപ്പോൾ ഉള്ളിൽ ബഹുമാനമായിരുന്നു. നോക്കൂ, അത്രയും നമ്മളൊക്കെയും എന്താ പറയാ, പൂജ്യമാണ്, വെറും പൂജ്യമാണ്, വട്ടപൂജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പരിഹസിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. അപ്പൊ പൂജ്യത്തിന് എത്രത്തോളം നമുക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ട് എന്ന് കാണിക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ. അപ്പൊ നമ്മൾ ആരും മോശക്കാരല്ല, നമ്മളെല്ലാവരും, നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കാം. ആരും മോശക്കാരല്ല, എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ മറ്റുള്ളവരെ കൂടി കൂട്ടി നിർത്താൻ, മറ്റുള്ളവർക്ക് ശക്തിയാകാൻ നമ്മുടെ കഴിവുകൾ കൂടി ആവശ്യമാണ്. നമ്മൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ ശക്തമായിട്ട് നിർത്തുന്നത്. അപ്പൊ ഒരാളും ഒട്ടും മോശമല്ല, ഒരാൾക്കും ഒന്നും ചെയ്യാനില്ലാതെ ഇല്ല. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, അവനവൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്, ശക്തിയുണ്ട്, അല്ലെ? അപ്പൊ ആ തരത്തിൽ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ ഇത്തരം ഒരു കവിതയിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് പല ആശയങ്ങളെയും, പല തരത്തിലുള്ള ആശയങ്ങളെയും കൊണ്ടുവരാൻ കഴിയും. വിഷയം സ്വീകരിക്കുമ്പോൾ, എഴുതാനുള്ള വിഷയം സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു പിന്നെ എന്താ പറയുക, വെപ്രാളത്തിന്റെ ഒന്നും ആവശ്യമില്ല, പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ആരും ഇതുവരെ പറയാത്ത വിഷയം പറയണല്ലോ എന്നൊന്നും കരുതേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് വിഷയം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. അതിനെ നിങ്ങൾക്ക് ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ട്, വളരെ പിന്നെ എന്താ പറയുക, മറ്റുള്ളവർ പറയാത്ത രീതിയിൽ, വേറിട്ട രീതിയിൽ, തനതായ രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പൊ മഴയെ കുറിച്ച് പാടാത്ത കവികളുണ്ടോ? മഴ എന്നത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വിഷയമായിരിക്കും. അതിനെക്കുറിച്ച് പാടാത്തവരില്ല. പക്ഷെ എല്ലാവരും ഒരുപോലെയാണോ പാടിയിട്ടുള്ളത്? അല്ലേ? അപ്പൊ അത് നിങ്ങളുടെ വായനയിൽ നിന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഒരു എഴുത്തിന്റെ വെളിച്ചം കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ശ്രമിക്കുക. പിന്നെ ഞാൻ കഥ കൂടി, ഇത് കവിത നേരത്തെ പറഞ്ഞല്ലോ, കഥ എഴുതുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. അപ്പം എങ്ങനെ ഈ അതായത് ഒരു വിഷയത്തെ പിന്നെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുക എന്നതിൻ്റെ ഒരു ചെറിയ കഥ, കുഞ്ഞൊരു കഥയാണ്. അതും കുട്ടികൾ ഉണ്ടാക്കുന്ന യുറീക്കയിൽ
പിന്നെ കുറച്ചു കാലം മുൻപ് വന്ന ഒരു കഥയാണ്. ടീച്ചർ അമ്മ എന്നാണ് കഥയുടെ പേര്. ടീച്ചർ അമ്മ. ടീച്ചർ പറഞ്ഞു, വീട് എന്ന പാഠഭാഗം വായിച്ച് ത്യാഗം അനുഷ്ഠിക്കുന്ന 2 കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എഴുതുക. ടീച്ചർ ഒരു പ്രവർത്തനം കൊടുക്കുകയാണ്. വീട് എന്ന പാഠഭാഗം വായിച്ച് ത്യാഗം അനുഷ്ഠിക്കുന്ന 2 കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എഴുതുക. കുട്ടി എഴുതി. 1, പേപ്പർ പ്ലേറ്റ്. ശക്തിയില്ല, ഉള്ളിലുള്ളത് മുഴുവൻ കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടുമെന്നറിഞ്ഞിട്ടും ഉള്ളത് മുഴുവൻ മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്നു. പേപ്പർ പ്ലേറ്റ്. പേപ്പർ പ്ലേറ്റിന്റെ സവിശേഷതകൾ കുട്ടി എഴുതി. 2, ചൂല്. സ്വയം നശിക്കുമെന്നറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ വൃത്തികേടുകൾ തോളിലേറ്റുന്നു. സ്വയം നശിക്കുമെന്നറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ വൃത്തികേടുകൾ തോളിൽ ഏറ്റുന്നു. ഇത് വായിച്ച് ടീച്ചർ അത്ഭുതപ്പെട്ടു. കുട്ടികൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പിന്നെയുള്ള പ്രവർത്തനം സമാന പദങ്ങൾ എഴുതലായിരുന്നു. ഒരുപോലെയുള്ള പദങ്ങൾ എഴുതലായിരുന്നു. ടീച്ചർ കുട്ടി എഴുതിയത് എന്താണെന്ന് അറിയാൻ നോക്കിയപ്പോ കുട്ടിയുടെ പേപ്പറിൽ എന്താണെന്ന് അറിയോ? അമ്മ സമം ചൂല് പേപ്പർ പ്ലേറ്റ്. അമ്മ സമം ചൂല് പേപ്പർ പ്ലേറ്റ്. ടീച്ചർ അപ്പോൾ ആലോചിച്ചത് തന്നെ കുറിച്ച് തന്നെയായിരുന്നു. എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്? ഏത് വിഷയമാണ്, ഏത് പ്രശ്നമാണ് നമ്മളോട് പറയുന്നത്? അത്ര ഗൗരവമായ ഒരു വിഷയത്തെ ഒരു കുഞ്ഞു കഥയിലൂടെ, കുറച്ചു വരികളിലൂടെ ഇത്ര ശക്തമായിട്ട് അവതരിപ്പിക്കാൻ ഒരു ചെറിയ കുട്ടിയാണ്. അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആര്യ കൃഷ്ണ എന്ന കുട്ടി. ഇപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ട്. എഴുതുന്ന കുട്ടി, കവി തന്നെയാണ്, ഇപ്പോഴും എഴുതുന്ന ആള് തന്നെയാണ്. ആര്യ കൃഷ്ണ വളരെ ചെറിയ വരികളിലൂടെ അതിശക്തമായ ഒരു പ്രശ്നത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിൽ, പല വീടുകളിലും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം. ചൂലിനെയും പേപ്പർ പ്ലേറ്റിനെയും അമ്മയുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് സമാനമായ പദങ്ങളായിട്ട്. എന്താണ് ആ സവിശേഷത? എന്താണ് പറഞ്ഞത്? ശക്തിയില്ല, ഉള്ളിലുള്ളത് മുഴുവനും കഴിഞ്ഞാലും വലിച്ചെറിയും എന്നറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ ഉള്ളത് മുഴുവൻ, മറ്റുള്ളവരുടെ വൃത്തികേട് മുഴുവനും മറ്റുള്ളവർക്കായിട്ട് സമർപ്പിക്കുന്നു. കാര്യം കഴിഞ്ഞാൽ വലിച്ചെറിയും, ഉള്ളിലുള്ളത് കഴിഞ്ഞാൽ വലിച്ചെറിയെന്ന് അറിഞ്ഞിട്ടും ഉള്ളത് മുഴുവൻ മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുന്നു. ചൂലാണെങ്കിൽ എല്ലാ വൃത്തികേടുകളെയും അങ്ങനെ സ്വയം വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം മാറ്റിവെക്കുകയാണ്. അപ്പോൾ ആ വൃത്തികേടുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വയം നശിക്കും, എന്നാൽ അത് ചെയ്യുക തന്നെ. അപ്പൊ ഈ ഒരു കുട്ടിയുടെ ചിന്ത ഇങ്ങനെ, ഇത് അമ്മയെ കുറിച്ച് ഈ രീതിയിൽ അമ്മ കുട്ടി കണ്ടിട്ടുണ്ടായിരിക്കും, പലതരത്തിൽ പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സ്വന്തം അമ്മയുടെ അനുഭവം ആവണമെന്നില്ല, ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അത് ടീച്ചറും അപ്പൊ ആലോചിച്ചത് തന്നെ പറ്റി തന്നെയായിരുന്നു എന്ന്. ടീച്ചറും ഒരു സ്ത്രീയാണ്, അല്ലെ? അപ്പൊ സ്ത്രീകൾ അനുഭവിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള, അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ ചെറിയ ഒരു രചനയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് പല വിഷയങ്ങളെയും, പല സാമൂഹ്യ പ്രശ്നങ്ങളെയും നിങ്ങളുടെ രചനകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മീര ടീച്ചറെ, സമയം കഴിയാറായോ? നിർത്താറായോ? ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ രചന കൂടി, ഒറ്റ ഒരു കവിത കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, നേരത്തെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞ അതേ കവി മോഹനകൃഷ്ണൻ കാലടിയുടെ ഈ കവിത മുമ്പ് 5ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു, കുറെ കാലം മുൻപ്. പാലൈസ് എന്ന കവിത. ആ കവിത വളരെ ലളിതമായ വരികളിലൂടെ, ലളിതമായ പദങ്ങൾ കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. വളരെ ചെറിയ കവിതയാണ്. സ്ലേറ്റേ സ്ലേറ്റേ പെൻസിലേ പെൻസിലേ, സ്ലേറ്റേ സ്ലേറ്റേ പെൻസിലേ പെൻസിലേ, നാളേക്ക് ഈ കണക്ക് മുഴുവനും ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു പാലൈസ് വാങ്ങിത്തരാം. 1 അല്ല, 2 പേർക്കും ഓരോന്ന്. എനിക്ക് കണക്കറിയാഞ്ഞിട്ടല്ല, ഉറക്കം വന്നിട്ടുമല്ല. എനിക്ക് കണക്കറിയാഞ്ഞിട്ടല്ല, ഉറക്കം വന്നിട്ടുമല്ല. നാളേക്ക് ഈ പ്ലേറ്റ് മുഴുവൻ കഴുകി വെച്ചില്ലെങ്കിൽ, ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചില്ലെങ്കിൽ
അവരെന്നെ ചമ്മന്തി അരക്കില്ലേ? നാളേക്ക് ഈ പ്ലേറ്റ് മുഴുവൻ കഴുകി വെച്ചില്ലെങ്കിൽ, ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ചു വെച്ചില്ലെങ്കിൽ അവരെന്നെ ചമ്മന്തി അരക്കില്ലേ? നിങ്ങളെപ്പോലെ ഒരുപാട് സന്തോഷത്തോടെ പുസ്തകവും ബാഗും കൊടയും പുതിയ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അക്കൂട്ടത്തിൽ നിങ്ങളെപ്പോലെ ആഗ്രഹമുണ്ടായിട്ടും അങ്ങനെ പോവാൻ സാധിക്കാത്ത കുട്ടികൾ എത്രയോ ഉണ്ട്. ഈ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷേ എന്താണ് ആ കുട്ടിക്ക് കണക്ക് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ആ കുട്ടി സ്ലേറ്റിനോടും പെൻസിലിനോടും കണക്ക് ചെയ്തു തരുമെന്ന് ചോദിക്കുന്നത്? അവന് ഒരുപാട് പണികൾ മുന്നിൽ കിടക്കുക. ആ പാത്രങ്ങൾ മുഴുവൻ കഴുകി വെക്കണം, വെള്ളം കോരി വെക്കണം, ഇല്ലെങ്കിൽ അവരെന്നെ ചമ്മന്തി അരക്കില്ലേ? ബാലവേല എന്ന അത്ര ഗൗരവമായൊരു വിഷയത്തെ വളരെ ലളിതമായ പദങ്ങളിലൂടെ, ഒരു കുഞ്ഞു കവിതയിലൂടെ ശക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് കവി. ഇതുപോലെ ഒരുപാട് കവിതകൾ, അവിടെ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ, കുട്ടികളുടെ സ്വഭാവം, എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇത് തരാം. ഏറ്റവും പ്രിയപ്പെട്ടത്, കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പാലൈസ് അല്ലെ? പാലും ഐസിന്റെ ആ ഒരു മാധുര്യം, പാലിന്റെ ആ ഒരു രുചി, ആ പാലൈസ് നമ്മുടെ സാധാരണ ഐസ് ഏറ്റവും രുചികരമായതാണ്. ആ പാലൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് കണക്ക് ചെയ്തു തരുമെന്ന് ചോദിക്കുന്നത്. അപ്പം ആ ഒരു അത്ര ആ കുട്ടിത്തത്തിൽ നിന്നുകൊണ്ട്, കുട്ടിത്തത്തിന്റെ എല്ലാ ഭാവങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് അതിശക്തമായ ഒരു വിഷയം, ഗൗരവമായ ഒരു സാമൂഹ്യ പ്രശ്നത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റും. വളരെ കുറഞ്ഞ സമയമേ ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വായനയാണ് പ്രധാനം. ഇത്തരത്തിൽ ഒരുപാട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിറയെ ആശയങ്ങൾ കിട്ടും, അവതരിപ്പിക്കാൻ വ്യത്യസ്ത രീതികൾ മനസ്സിലാവും. എന്നിട്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വയം ഒരു രീതി കണ്ടെത്തുക. എല്ലാവർക്കും ആശംസകൾ. ടീച്ചറുടെ അവതരണം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഒരു ചെറിയ അവതരണം കൂടി. എന്തെങ്കിലും ടീച്ചറോട് ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ, ടീച്ചറോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവസാനം പറയാട്ടോ. ഗദ്യകവിതയെ പറ്റി അവസാനം പറയാം. ഷീജ ഒരുമിച്ച് പറയാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? കേട്ടു അനില്ലേ? ഗദ്യ കവിതയെ കുറിച്ച് പറയാനാന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരുമിച്ച് പറയാം. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും കൂട്ടുകാരെ പറയാനുണ്ടോ? എന്തെങ്കിലും? സ്മിത പറയാനാണോ അൺമ്യൂട്ട് ചെയ്തത്? അല്ല. എന്നാ അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഷീജ. കുട്ടികളിനി നേരം ഇരിക്കുമ്പോഴേ ബുദ്ധിമുട്ടാവും അവർക്ക്. ഗദ്യ കവിതയെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ടതൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നേരത്തെ രാമകൃഷ്ണ മാഷ് അവതരിപ്പിച്ചതിലും ഞാനിപ്പോ അവതരിപ്പിച്ചതിലും ഗദ്യ കവിതകളുണ്ട്. നമുക്ക് ഈണത്തിൽ ചൊല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള നമ്മൾ ഗദ്യ കവിതകൾ പറയാം അല്ലെ? ഗദ്യം പദ്യം. അപ്പൊ ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്നത് ഗദ്യ കവിതയായിട്ട് നമ്മൾ കൂട്ടുന്നില്ല, അല്ലാത്തത് ഗദ്യ കവിത. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഗദ്യ കവിതയാണെങ്കിൽ അവിടെ ഈണം വേണ്ട എന്നേ ഉള്ളൂ. പക്ഷെ ആ വാക്കുകൾക്കിടയിൽ ഒരു താളം ഉണ്ടാവും. ഇപ്പൊ തൊട്ട് മുൻപേ പറഞ്ഞ പാലൈസ് എന്ന കവിത ഒരു ഗദ്യ കവിതയാണ്. അവിടെ പക്ഷെ ആ വാക്കുകൾക്കിടയിൽ ഒരു നോക്കൂ, നമുക്കത് ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. സ്ലേറ്റേ സ്ലേറ്റേ, പെൻസിലേ പെൻസിലേ എന്ന് നമുക്കിങ്ങനെ ആ ഒരു വരികൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ ഒരു താളം ഉണ്ടാവും. ആ താളം അങ്ങനെ നമ്മൾ ആ കവിതയെ കൂടുതൽ മനോഹരമാക്കും. അത് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വരും. അത് വെറുതെ എന്ന് വെച്ച് നമ്മൾ സംസാരിക്കുന്ന പോലെ അങ്ങനെ എഴുതി അവിടെ മുറിച്ച് അടുത്ത വരി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഗദ്യ കവിതയാവില്ല. കവിതയ്ക്കും അതിനും ഒരു താളമുണ്ട്. ഗദ്യ കവിതയ്ക്കും ഒരു താളമുണ്ട്. അതിലും കവിത വേണം. അവിടെയും കവിത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മള് ഒരു നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കുമല്ലോ, പല അതിന്റെ കാവ്യഭംഗി ഒക്കെ പഠിക്കുന്നുണ്ടാവുമല്ലോ. ആ ഒരു കാവ്യ ഭംഗി വരുത്തണമെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ചമയിപ്പിച്ചെടുക്കണം, അലങ്കരിച്ചെടുക്കണം അല്ലെ? നിങ്ങൾ കുറച്ചുകൂടി ഇപ്പൊ ചെറിയ UP ക്ലാസ്സിലെ കുട്ടികളാണ് കൂടുതൽ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചമൽക്കാരവും അലങ്കാരവും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ ഒന്നുകൂടി അതിനുള്ളിൽ ഒരു കവിത ഉണ്ടാവണം. അപ്പം
പിന്നെ അപ്പോഴാണ് അവിടെ അതിനൊരു ഭംഗി വരിക. വെറും ഒരു വാക്ക് പറയല്ല, ഉചിതമായ അതിന് ചേരുന്ന. അപ്പൊ നേരത്തെ മാഷ് പറഞ്ഞ കവിത ഇല്ലേ, പിന്നെ സൂര്യനെ കിളി കൊത്തിയ സൂര്യൻ എന്ന് പറയുമ്പോ അവിടെ ആ വരിയിലാണ് കവിത, ആ ഒരു വാക്കിൽ അല്ലെ, കിളി കൊത്തിയ സൂര്യൻ. രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി പറഞ്ഞു. അല്ലെങ്കിൽ തികച്ചും വിരുദ്ധമായ രണ്ടെണ്ണത്തിന് ചേർത്ത് വെക്കുക, ഉചിതമായിട്ട് ചേർത്ത് വെക്കുക, അപ്പൊ അവിടെ കവിത വരും. അപ്പൊ ആ തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഗദ്യ കവിതകളും വായിക്കുക. ഇപ്പം പുതിയ കവിതകളൊക്കെ അധികവും ഗദ്യ കവിതകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ നിറയെ രണ്ടും വായിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. അടുത്ത അവതരണം നടത്തുന്നത് PM നാരായണൻ മാഷാണ്. മാഷ് പാലക്കാട് സ്വദേശിയാണ്. നേരത്തെ ഷീജ ടീച്ചർ പറയാൻ മറന്നു, മലപ്പുറമാണ്. അതിനു മുമ്പ് അവതരിപ്പിച്ച രാമകൃഷ്ണൻ കൊമരനെല്ലൂർ മാഷ് പിന്നെ പാലക്കാട് സ്വദേശിയാണ്. രാമകൃഷ്ണൻ മാഷ് ഈ ബ്ലോക്ക് ഇപ്പോഴല്ല, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ, നാരായണ മാഷ് ഇപ്പൊ അവതരിപ്പിക്കാൻ പോകുന്ന മാഷ് കഴിഞ്ഞ ടേമില് പിന്നെ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം എപ്പോഴും കുട്ടികളുടെ കൂടെ, അതായത് വിദ്യാരംഗം കലാസാഹിത്യവേദിയായിട്ട് ബന്ധപ്പെട്ടും ബാലസംഘമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരന്തരം കുട്ടികളുടെ ശില്പശാലയിൽ കുട്ടികളുമായി ഇടപഴകിക്കൊണ്ട് കഴിയുന്ന ഒരു മാഷാണ്. റിട്ടയർ ചെയ്തിട്ടുള്ള മാഷാണ്. മാഷ് അടുത്ത അവതരണത്തിനായി ക്ഷണിക്കുന്നു. 1-2 രചനകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അത് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു രചന നമ്മുടെ സ്വന്തമാവുന്നത് എന്നാണ്. ഇപ്പോ കൊറോണയെ പറ്റി അരുൺ കൃഷ്ണ ഒരു കവിത വായിച്ചു. അരുൺ കൃഷ്ണ 6ലോ എത്രയിലോ പഠിക്കുന്നത്, 6ലെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പൊ അരുൺ കൃഷ്ണ ഒരു കൊറോണയെ പറ്റി ഒരു കവിത. അപ്പൊ കൊറോണ സാറേ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മ്യൂട്ടായി അറിയാതെ. ആരെങ്കിലും മ്യൂട്ട് ചെയ്യുന്നുണ്ടോ മക്കളെ? മാഷ് മ്യൂട്ടായല്ലോ. ഇല്ല ടീച്ചറെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മ്യൂട്ടാവുന്ന തന്നെ മ്യൂട്ടാവുകയാണ്, ഞാനൊന്നും ചെയ്യണില്ല, അറിയില്ല. ശരി, അപ്പൊ നമ്മള് അരുൺ കൃഷ്ണ വായിച്ച കൊറോണ കവിത എടുക്കാം. അതിൽ ഞാൻ ഒരു വരി ശ്രദ്ധിച്ചു, ലോകം നമ്മുടെ കൂടെയുണ്ട്. അവസാനത്തെ വരിയാണ്. രാജ്യം നമ്മുടെ കൂടെയുണ്ട്, ലോകം നമ്മുടെ കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത് അരുൺ കൃഷ്ണ. അതിനു മുമ്പ് പറഞ്ഞ കാര്യമൊക്കെ അരുൺ കൃഷ്ണ പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം. പക്ഷെ ലോകം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അരുൺ കൃഷ്ണ എന്തോ കുറച്ചധികം പറയുന്നുണ്ട്, ഒരു വരിയില് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ അതിലൊരു ചെറിയ വ്യത്യസ്തത കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്ന എല്ലാ വരിയെയും എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നൊരു ശ്രമമാണ് നടത്തേണ്ടത്. ഞാൻ 1-2 ചിലപ്പോൾ ഒരൊറ്റ വരി കൊണ്ട് കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ രീതി എല്ലാം മാറിയിട്ട് നമുക്കൊരു പുതിയ അനുഭവം ഉണ്ടാക്കും. ഞാൻ അതിന് പറ്റുന്ന ഒരു കൊച്ചു കഥ വായിക്കാം. കവിതയാണ് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു കഥ വായിക്കാം. കഥയാണെന്ന് പറയാൻ പറ്റില്ല, ഒരു കുട്ടിയുടെ അനുഭവമാണത്. ഒരു 4ാം ക്ലാസ്സുകാരി എഴുതിയ, ഒരു 2-3 കൊല്ലം മുമ്പ് എഴുതിയൊരു അനുഭവം. കടുത്ത വേനൽക്കാലം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. കടുത്ത വേനൽക്കാലം എന്റെ വീട്ടുപറമ്പിലെ ശരി പറയണ്ട, ഇങ്ങോട്ട് പറയണ്ട. ഓക്കെ. കടുത്ത വേനൽക്കാലം എന്റെ വീട്ടുപറമ്പിലെ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. അവയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ മുറ്റത്തിറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കുറച്ച് കിളികൾ കരഞ്ഞുകൊണ്ട് ഉണക്ക മരങ്ങളുടെ ചില്ലയിൽ ഇരിക്കുന്നു. എനിക്ക് പാവം തോന്നി. ഞാൻ ഉടനെ തന്നെ ഒരു പഴെടുത്ത് മുറ്റത്ത് വെച്ചു. പിന്നെ ആ മരത്തിലുള്ള കിളികളെ മൊത്തം വെള്ളം കുടിച്ചു തീർത്തു. പിറ്റേ ദിവസം മുറ്റത്തേക്ക് നോക്കുമ്പോൾ അതാ കുറേ കിളികൾ മുറ്റത്ത് വന്നിരിക്കുന്നു. എനിക്ക് കാര്യം അപ്പോൾ തന്നെ പിടികിട്ടി. ഞാൻ 2 പാത്രം വെള്ളം എടുത്ത് മുറ്റത്ത് വെച്ചു. അതും ആദ്യ ദിവസം പോലെ തന്നെ സംഭവിച്ചു. പിന്നെ ഓരോ ദിവസങ്ങളിലും കിളികൾ കൂടി വന്നു. ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടന്മാരെ കിളികളെ കാണാൻ വിളിച്ചു. കിളികളെ കണ്ടപാടെ ചേട്ടന്മാർ പറഞ്ഞു, നമുക്കൊരു തെറ്റാലി സംഘടിപ്പിക്കണം. കിളികൾ
അത് കേട്ട് എന്നെ നോക്കി. കിളികൾ അത് കേട്ട് എന്നെ നോക്കി. ഈ രചന ഇതിപ്പോ കുട്ടി കഥ എഴുതിയതാണോ അതോ കുട്ടിയുടെ അനുഭവം എഴുതിയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനുഭവമായിട്ടാണ് തോന്നുന്നത്. തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി ഹൈസ്കൂളിലെ ഒരു 4ാം ക്ലാസ്സുകാരി എഴുതിയതാണ്. അപ്പൊ ഈ രചനയിൽ നിങ്ങൾ ആ രചന ഒന്ന് മനസ്സിലിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. അത് വളരെ എളുപ്പമാണ്. അതിലെ വരികൾ ഓർമ്മയില്ലെങ്കിലും നല്ല വേനൽക്കാലത്ത് മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കണു, മരത്തിന് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ച് ഒരു പാത്രം വെള്ളമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കിളി ഇരിക്കുന്നു. അപ്പൊ കിളി ദാഹിക്കുന്നാവെന്ന് വിചാരിച്ച് വെള്ളം വെച്ചു കൊടുത്തു. അപ്പൊ കിളികൾ ആ വെള്ളമൊക്കെ കുടിച്ചു. 2ാമത്തെ ദിവസം നോക്കുമ്പോൾ കൂടുതൽ കിളികൾ വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി വെള്ളം വെച്ചു കൊടുത്തു. ഇങ്ങനെ അത് തുടർന്നു. ധാരാളം വെള്ളം കൊടുക്കാനും കിളികൾ അത് കുടിക്കാനും തുടങ്ങി. അപ്പൊ ഈ കാഴ്ച കാണാൻ വേണ്ടി കുട്ടി അടുത്ത വീട്ടിലെ ഏട്ടന്മാരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ചേട്ടന്മാരൊക്കെ വന്ന് നോക്കുമ്പോൾ അവര് കണ്ട പാടിനെ പറഞ്ഞത് നമുക്കൊരു തെറ്റാലി സംഘടിപ്പിക്കണം എന്നാണ്. ഇത്രയും കാര്യം നടക്കണ കാര്യം ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. അടുത്ത വാക്യം, അവസാനത്തെ വാക്യം ശ്രദ്ധിക്കുക. അത് കേട്ട് കിളികൾ എന്നെ നോക്കി. ഇവിടെയാണ് ആ രചനയ്ക്ക് അതൊരു കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു കവിതയായിട്ടോ അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ടോ മാറുന്നത്. സത്യത്തിൽ നമുക്കറിയാം കിളികൾ നോക്കിയതല്ല. കിളികൾ നമ്മളെ നോക്കുന്നുണ്ടാവും. പക്ഷെ ഇത് കേട്ടിട്ട് ചേട്ടന്മാരെന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടാവില്ല കിളികൾ നോക്കിയിട്ടുണ്ടാവുക. സത്യത്തിൽ എന്തായിരുന്നു കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ തോന്നിയിട്ടുണ്ടാവുക? ആ കുട്ടിയുടെ മനസ്സിനെയാണ് ആ വരികളിലൂടെ കുട്ടി ആവിഷ്കരിക്കുന്നത്. ചേട്ടന്മാരെന്തിനാ പറഞ്ഞത്? തെറ്റാലി കൊണ്ടുവന്നിട്ട്, എന്താ തെറ്റാലി പറഞ്ഞാല് നമ്മൾ കവണ എന്നൊക്കെ പറയും, കല്ല് വെച്ചിട്ട് വിടുന്നത്. അപ്പൊ എന്തിനാവും തെറ്റാലി കൊടുന്നത്? കിളികളുടെ നേരെ കല്ല് എറിയാൻ വേണ്ടിയിട്ടാവും. ഇത് കിളികൾക്ക് മനസ്സിലായില്ല, പക്ഷെ ആർക്ക് മനസ്സിലായി? കുട്ടിക്ക് മനസ്സിലായി. പക്ഷെ കുട്ടി അങ്ങനെയല്ല അത് എഴുതിയത്. അത് വേണ്ടാന്നൊന്നും എഴുതിയില്ല. പക്ഷെ കുട്ടിയുടെ അനുഭവം, കുട്ടിയുടെ മനസ്സ് അതിലുണ്ട്. എന്താണ് മനസ്സ്? അയ്യോ, ഈ ഏട്ടന്മാര് ചെയ്യാൻ പോകുന്ന ഒരു വലിയ മോശമായ കാര്യമാണല്ലോ എന്ന് പറഞ്ഞാൽ കിളികളുടെ കുട്ടിക്കാണ് സങ്കടം വന്നത്. പക്ഷെ ആ സങ്കടം എങ്ങനെയാ അവൾ ആവിഷ്കരിച്ചിരിക്കുന്നത്? അത് കേട്ട് കിളികൾ എന്നെ നോക്കിയെന്നേ എഴുതുള്ളൂ. സങ്കടപ്പെട്ടിട്ടൊന്നും കൂടി എഴുതിയിട്ടില്ല. പക്ഷെ അത് നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുട്ടിയുടെ മനസ്സ് മനസ്സിലാവും. ആ ഏട്ടന്മാരെന്തിനാണ് തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാവും. അത് കിളികൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന വിഷം എന്താന്ന് മനസ്സിലാക്കി ഉണ്ടാവും. ഇങ്ങനെ ഇത് കുട്ടി ബോധപൂർവം, എന്താണ്, സൂര്യചന്ദ്ര എന്നാണ് കുട്ടിയുടെ പേര്. അവള് ബോധപൂർവ്വം ഒരു വാക്യം എഴുതി ചേർത്തൊന്നുമല്ല, എഴുതുമ്പോൾ തന്നെ വരുന്നതാണ്. സത്യത്തിൽ ആ വാക്യം മാത്രമാണ് അതിലുള്ള ഒരു നുണ. ബാക്കിയുള്ളതൊക്കെ ശരിക്കുള്ള കാര്യമാണ്. വെള്ളമൊഴിച്ചതും കിളി വന്നതും കുടിച്ചതും മേട്ടന്മാരെ വിളിച്ചതും അവർ പറഞ്ഞതും എല്ലാം സംഭവിച്ച കാര്യമാണ്. അവസാനം പറഞ്ഞത് മാത്രം സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ സംഭവിക്കാത്ത ഒരു കാര്യം എഴുതിക്കൊണ്ടാണ് ഈ രചനയുടെ വലിപ്പം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ രചന അതൊരു രചനയായിട്ട്, അല്ലെങ്കിൽ ഒരു കഥയായിട്ട്, അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ കിളികൾ എന്നെ നോക്കി എന്ന് പറയുന്നിടത്താണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു വാക്കാവും, ചിലപ്പോൾ ഒരു വരിയാവും നമ്മളെ ആ വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നു. നേരത്തെ രാമകൃഷ്ണ മാഷൊക്കെ പറഞ്ഞു ഒരു അപ്രതീക്ഷിതത്വം എന്ന് പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രചന, പൂമ്പാറ്റക്കുട്ടിയുള്ള അമ്മയെ കുട്ടികൾക്ക് ചിറകില് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിക്കും തരണേ 5-6 എണ്ണം പറയുമ്പോൾ നമ്മൾ പൂമ്പാറ്റയെ കാണുന്നു, പൂമ്പാറ്റയുടെ ചിറകിന്റെ ഭംഗി കാണുന്നു, അത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്ന ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുക. നല്ല പൂമ്പാറ്റകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പാറി നടക്കും. അടുത്ത വരി ഒന്ന് കേൾക്കൂ. ഇത് കഴിഞ്ഞിട്ടില്ല, 2 വരി കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. ആ വരി ഒന്ന് കേൾക്കുക. ഞാൻ മുഴുവൻ പറഞ്ഞു. പൂമ്പാറ്റക്കുട്ടിയുള്ള അമ്മയെ കുട്ടികൾക്ക് ചിറകില് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുമ്പോ നിക്കും തരണേ ഒരു 5-6 എണ്ണം. മാളുവിന്റെ പാവാടയില് കീറലടക്കാനാ. മാളുവിന്റെ പാവാടയിലെ കീറലടക്കാനാ. ഫോണിലെ ചാർജ് സ്വിച്ച് ഓഫ് ആകാനായി. അപ്പൊ ഇതില് മാളുവിന്റെ പാവാടയിലെ കീറലടക്കാനാണ് എന്ന് പറയുന്നതോടുകൂടി ഈ ചിത്രം മുഴുവൻ മാറുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് മാളു പറയുന്ന ഒരു കുട്ടിയാവും. ഈ സ്റ്റിക്കർ എന്തിനാണ് കുട്ടി ചോദിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ ചോദിക്കുന്നത് എന്തിനാവും? കുട്ടിയുടെ അമ്മയാവും. പൂമ്പാറ്റ കുട്ടികളുടെ അമ്മയോട് വേറൊരു അമ്മ ചോദിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ അമ്മ എന്തിനാ ചോദിക്കുന്നത്? സ്റ്റിക്കർ എഴുതി ഭംഗി ഉണ്ടാക്കാനല്ല, അവളുടെ കുട്ടിയുടെ സ്വന്തം കുട്ടിയുടെ പാവാടയിലെ കീറൽ ഒട്ടിച്ചു വെക്കാനാണ്. കീറലുള്ളിടത്തൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാനാണ്. എന്താ കീറലുള്ളിടത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാൻ കാരണം? ആ ഒരു പാവാട പുതിയത് വാങ്ങിച്ചു കൊടുക്കാനോ
പഴയതൊന്ന് തയ്ച്ചു കൊടുക്കാനോ പോലും സാധ്യതയില്ലാത്തൊരമ്മയുടെ കഥ. അപ്പോൾ നമ്മൾ പൂമ്പാറ്റയുടെ ലോകത്തുനിന്ന് അമ്മയുടെ ലോകത്തേക്ക് ഇങ്ങോട്ട് വരുന്നു. അമ്മയുടെയും ദരിദ്ര ഒരമ്മയുടെയും കുട്ടിയുടെയും ലോകത്തേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വരി കൊണ്ട് കവിതയുടെ മൊത്തം ഭാവത്തിനെ നമുക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ കഥയുടെ മൊത്തം ഭാവത്തിനെ മാറ്റാൻ പറ്റും. കഥ തന്നെ ഒരു പറഞ്ഞ കാര്യങ്ങൾ വെറുതെ നമ്മളിങ്ങനെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രസ്താവനകൾ പറയുന്നതിന് പകരം ഇങ്ങനെ അവസാനം വരുമ്പോ വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കും. മറ്റൊരു രചനയും കൂടി കേട്ടോളൂ. നിങ്ങൾ ഒരു പക്ഷെ ചിലരെങ്കിലും കേട്ടിട്ടുള്ള ഒരു രചനയാവും. നമ്മൾ കുട്ടികളുടെ ശില്പശാലയൊക്കെ ധാരാളം ഉപയോഗിച്ചതാണ്. നമ്മൾ പൂക്കളെ പറ്റി കവിത എഴുതാൻ പറഞ്ഞപ്പോ ഇനി വിഷയം കിട്ടി എങ്ങനെയാ കവിത എഴുതുക എന്നുള്ളതാണ്. പൂക്കളെ പറ്റി കവിത എഴുതാൻ പറഞ്ഞു. 3 പൂക്കളെ പറ്റി 3 പൂവിന്റെ പേര് ഇങ്ങനെ എഴുതി കൊടുത്തു. അവർക്ക് ഏറ്റവും പരിചയമുള്ള തെച്ചിപ്പൂവ്, അല്ലെങ്കിൽ ചെത്തിപ്പൂവ്, തുമ്പപ്പൂവ്, മുല്ലപ്പൂവ്, അങ്ങനെ 3 പൂവിന്റെ എഴുതി കൊടുത്തു. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഒരു പൂവിന്റെ പേര് എഴുതിയാൽ അതുകൊണ്ട് കവിത മതിയോ, 2 പൂവിന്റെ കവിത, അങ്ങനെയൊക്കെ ചോദിച്ചു. ഒരു കുട്ടി എഴുതി കൊണ്ടുവന്ന് ഇങ്ങനെയായിരുന്നു: പക്ഷിക്കൂടാം കാതും വെച്ച്, കാതിങ്ങനെ നീട്ടി വളർത്തിയിട്ടുള്ള പക്ഷിക്കൂടാ പറയുന്നത്. അതാണ് കുട്ടി സങ്കല്പിച്ച പക്ഷിക്കൂടാണെന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുക ചെയ്ത്. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ കാത് നീട്ടി വളർത്തിയിട്ട് ഇങ്ങനെ വലിയ തുളയുണ്ടാവും, ഇങ്ങനെ തോടയൊക്കെ ഇട്ടിട്ട്. പക്ഷിക്കൂടാം കാതും വെച്ച് തുമ്പപ്പൂ മുണ്ടുമുടുത്ത് വെറ്റില പാക്കും 100മായി ഉമ്മറവാതിലിലെത്തുന്നേരം വായിൽ നിന്ന് തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ. വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സ് നിറയെ മുല്ലപ്പൂ. ഇതിൽ 3 പൂവുണ്ട്. തുമ്പപ്പൂമുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും തുമ്പപ്പൂവിലെ വെളുത്ത മുണ്ടാണെന്ന്. പിന്നെ വായല മുറുക്കാനൊക്കെ ഇട്ടിട്ട് വെറ്റിലയും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. എന്നിട്ട് ഉമ്മറവാതിലെത്തിയപ്പോ വായിൽ നിന്നും തെച്ചിപ്പൂ. അപ്പോഴും നമുക്ക് ഏതാണ്ട് ആ തെച്ചിപ്പൂവിന്റെ ഭംഗി എന്ന ചുവപ്പ് വായിൽ നിന്ന് മുറുക്കാൻ തുപ്പിയതാണ്. പിന്നെ അവസാനത്തെ വരി ശ്രദ്ധിക്കുക നിങ്ങൾ. അവിടെ ഇങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞാൽ എത്തില്ല. അവിടെ മറ്റേ തെച്ചിപ്പൂവിന്റെ നിറം തുമ്പപ്പൂവിന്റെ നിറമൊക്കെ, മനസ്സ് നിറയെ മുല്ലപ്പൂ. അപ്പൊ ഇതിന് മുത്തശ്ശി എന്നാണ് അവളെ പേരിട്ടിരിക്കുന്നത്. അപ്പൊ മുത്തശ്ശിയുടെ മനസ്സ് നിറയെ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറയാൻ ഉദ്ദേശിച്ച പൂവിനെ പറ്റിയും അല്ലെങ്കിൽ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ മുത്തശ്ശിയുടെ മനസ്സിനെ കാണുന്നു. മുത്തശ്ശിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം, കുട്ടിക്ക് മുത്തശ്ശിയോടുള്ള ഇഷ്ടം, ഇതെല്ലാത്തിന്റെയും അതിനെയൊക്കെ സൂചിപ്പിക്കാനാണ് ഈ മനസ്സ് നിറയെ മുല്ലപ്പൂ എന്ന വാക്ക്. അമ്മയുടെ അമ്മയുടെ അമ്മൂമ്മയുടെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മനസ്സിൽ മുല്ലപ്പൂ ഉണ്ട് എന്ന് പറയുന്നത് പൂക്കൾ ഉണ്ടായിട്ടല്ല, പൂവിന്റെ നിറമല്ല. അവിടെ മുല്ലപ്പൂ എന്നുള്ളത് നമ്മളപ്പോൾ നല്ല മനസ്സിന്റെ കുട്ടികളോടുള്ള ഇഷ്ടത്തെയൊക്കെ പ്രതീകമായിട്ട് മാറുന്നു. നല്ല മനസ്സുള്ള മുത്തശ്ശിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതോടുകൂടിയാണ് മുത്തശ്ശിക്ക് ജീവൻ വെക്കുന്നത്. അതുവരെയുള്ള കാര്യമൊക്കെ മുണ്ടിന്റെ കാര്യവും മുറുക്കാൻ തുപ്പലിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം മുത്തശ്ശി ശരിക്കും മുത്തശ്ശിയാവുന്നത് ആ അവസാനത്തെ ഒരു വരിയിലാണ്. എന്താണ്? മനസ്സ് നിറയെ മുല്ലപ്പൂ എന്ന് വരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഈ 3 രചനകൾ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ എഴുത്തിന്റെ വഴിയിലേക്ക് കടക്കാനാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാം. എങ്ങനെയാണത് വ്യത്യസ്തമായി പറയുക? വ്യത്യസ്തമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നല്ല അർത്ഥം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പല രചനയിലും, വേനൽക്കാലം എന്ന ആദ്യത്തെ രചനയിലും, പൂമ്പാറ്റക്കുട്ടിയുള്ള അമ്മ എന്ന് പറയുന്ന രചനയിലും, ഈ പക്ഷിക്കൂടാൻ കാതും വെച്ച്, ഇതിലൊന്നും പുതിയ വാക്കൊന്നുമില്ല. പക്ഷെ പുതിയ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചതിനേക്കാൾ കൂടുതൽ അർത്ഥമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കാവുന്ന അതിലെഴുതിയ വാക്കിന്റെ അർത്ഥത്തെക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു രചന കേൾക്കൂ. ഒരു കുട്ടി എഴുതിയതാണ്. ഒഴുകി വരുന്ന പുഴ വെയിലേറ്റ് കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്നു. ഒഴുകുന്ന പുഴ, അതതിന്റെ പേരാണ്. വെയിലേറ്റ് കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്നു, ആരും കൂട്ടിനില്ലാതെ. പുഴയിലേക്ക് ചെറിയൊരു ഇല വീണു. പുഴ ചോദിച്ചു, നീ എൻ്റെ സുഹൃത്താകുമോ? പുഴയിലേക്കൊരു ഇല വീണു. പുഴ ചോദിച്ചു, നീ എൻ്റെ സുഹൃത്താകുമോ? ഇവിടെ നോക്കൂ, നമ്മള് പുഴയും ഇലയും ഉണ്ടായില്ല കഥാപാത്രങ്ങള്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുക അതൊന്നുമല്ല. ഒരു സൗഹൃദത്തിന്റെ, ഒരു സ്നേഹബന്ധത്തിന്റെ, ഒരു ചെറിയ ആളുടെ വലിപ്പം ഉദ്ദേശിച്ചല്ല, ഒരു വലിയ പുഴയും ഒരു ചെറിയ ഇലയും തമ്മിൽ എങ്ങനെ സൗഹൃദത്തിലാവുന്നു,
ഒരു വലിയ പുഴയാണെങ്കിലോ ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാവും, അതൊരു ചെറിയ ഇലയ്ക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റും. ഇങ്ങനെ വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത ഒരു വലിയ സൗഹൃദത്തിന്റെ ഒരു ചിത്രം ഈ രചനയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പറയാൻ എന്താണോ ഉള്ളത് ആ കാര്യത്തെ നമുക്ക് കിട്ടിയ ഒരു വിഷയം, നമ്മൾ വിചാരിച്ച ഒരു കാര്യത്തെ കൂടി പറയലാണ് ശരിക്കുള്ള കവിത എഴുത്തും കഥ എഴുത്തും എല്ലാം. നമുക്ക് ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്കൊരു വർക്ക് അടുത്ത ദിവസത്തേക്ക് ചെയ്യണം. അത് വേണ്ടത് നമുക്ക് ഒരുപാട് നിറങ്ങൾ, നിങ്ങൾക്ക് പല നിറങ്ങൾ, 7 നിറങ്ങൾ അറിയാം, അതല്ലാതെയും പല നിറങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ മനസ്സിനെ ഈ നിറങ്ങളുമായി ചേർത്ത് നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു വികാരം, അത് ചിലപ്പോൾ ദേഷ്യമാവാം, ചിലപ്പോൾ സങ്കടമാവാം, ചിലപ്പോൾ സ്നേഹമാവാം, ചിലപ്പോൾ വെറുപ്പ, ഇങ്ങനെ പല നമ്മുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ വരും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള നിറമാണ്, നിറത്തിലൂടെയാണ് അത് പറയേണ്ടത്. നിറം എന്നൊരു ആശയം വെച്ചുകൊണ്ട്, വർണ്ണം ഏത് വർണ്ണവും ആവാം, ആ നിറത്തിലൂടെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് നിറങ്ങളാണ് നിങ്ങളുടെ പറയാനുള്ള നിങ്ങളുടെ ഉപകരണം. പക്ഷെ ഈ ഉപകരണം കൊണ്ട് നമ്മളിപ്പോലെ ഒരു മരം കഷ്ണം കിട്ടിയ അതുകൊണ്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നത് പോലെ അത് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. മരം കൊണ്ട് ചിലപ്പോൾ ആനക്കുട്ടി ഉണ്ടാക്കാം, ചിലപ്പോൾ വാതിൽ ഉണ്ടാക്കാം, ചിലപ്പോൾ ബെഞ്ച് ഉണ്ടാക്കാം, ഡെസ്ക് ഉണ്ടാക്കാം, മേശ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഉള്ളത് മരമാണ്. അതേപോലെ നമ്മുടെ കയ്യിൽ ഉള്ളത്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എഴുതാനുള്ളത് നിറം വിഷയമാണ്. നിറം ഏത് നിറം ആവാം. നിറം ഉള്ള ഒരാശയം വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന മറ്റൊരു കാര്യം ആവിഷ്കരിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിറം എന്ന ഒരാശയത്തില് നമുക്ക് കുറച്ച് രചനകൾ ഉണ്ടാവുമോ എന്ന് നോക്കാം. ആ നിറങ്ങൾ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല, ഏത് നിറവും ആവാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു രചന ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.